ഗുഡ് ഈവനിങ്. മാറ്റിനി ട്രിബ്യൂണലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ശനിയാഴ്ചകളിലെല്ലാം നമ്മൾ ജലവുമായി ബന്ധപ്പെട്ട വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. അത് പാഴാക്കുന്നതിന് മുമ്പ്, അതുപോലെ അത് ഉപയോഗിക്കുന്നതിന് മുമ്പ്, ഇത് നമ്മൾ വാട്ടർ ഇൻഡസ്ട്രീസ് ഉള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ് ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, മനസ്സിലാക്കാൻ പോകുന്നത്. നാഷണൽ ഇന്റർനാഷണൽ തലത്തിൽ ഒരുപക്ഷെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഇൻഡസ്ട്രി എന്ന നിലയിൽ ഒത്തിരി കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന മനോജ് കുമാർ സാറാണ്. സാറ് വാട്ടർ ഇൻഡസ്ട്രീസ് വളരെ കാലത്തെ പരിചയമുണ്ട്. ഇപ്പം CS മസ്കറ്റിലുള്ള ഒരു കമ്പനിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ്. ഒത്തിരി ഇന്റർനാഷണൽ ലെവലിലുള്ള അല്ലെങ്കിൽ പല രാജ്യങ്ങളിൽ ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മളുടെ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ പഠിച്ചു വരുന്ന കുട്ടികൾ, എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ ഇൻഡസ്ട്രീസിലുള്ള പ്രധാനപ്പെട്ട കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് സാറിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ സംസാരിക്കും. നമ്മളെല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം മനോജ് കുമാർ സാർ. മനോജ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ. വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഒരു അവസരം കൂടി കിട്ടിയതിൽ സന്തോഷമുണ്ട്. സാറ് പറഞ്ഞ മാതിരി തന്നെ കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട് നമ്മൾ വാട്ടർ ഇൻഡസ്ട്രിയെക്കുറിച്ചും വാട്ടർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും അതിൻ്റെ പ്രോസസ്സിനെ കുറിച്ചും ജലം എന്ന അമൂല്യ സാധനത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചകളായി അതിൻ്റെ പല തലങ്ങളിൽ നിന്ന് സംസാരിക്കാൻ നമുക്ക് പറ്റി. അതിനകത്ത് നമുക്ക് ഒരുപാട് ഫീഡ്ബാക്കുകൾ കിട്ടി. അത് സാറിൻ്റെ ഈ പ്ലാറ്റ്ഫോം അതിന് വളരെ ഉപകരിച്ചിട്ടുണ്ട്. സാബു സാറ് ഇങ്ങനെ ചെയ്യുന്ന ഈ നല്ല കാര്യങ്ങൾക്കൊക്കെ പല സബ്ജക്റ്റ് മാറ്റേഴ്സും സബ്ജക്റ്റ് എക്സ്പേർട്സിനെ കൊണ്ടുവന്നിട്ട് സാറ് ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഫ്രീ വെബിനാറിൽ കൂടി ചെയ്യാറുണ്ട്. സോ താങ്ക് യു വെരി മച്ച് സാർ once again for the opportunity. I welcome all of you to also join in this session, and thank you very much for your time to join in this platform. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 2 ആഴ്ചകളായി നമ്മൾ ജലം എന്ന അമൂല്യ സാധനത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, പ്രോസസ്സുകളെ കുറിച്ചും അതിൻ്റെ വിവിധ തരത്തിലുള്ള ഉപയോഗങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് അതിൻ്റെ വേറിട്ടൊരു തലമുണ്ട്. ഈ വാട്ടർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞത് ഒരു വലിയ ഏരിയയാണ്. പക്ഷേ അതിൻ്റെ ഒരു വ്യാപ്തി നമ്മുടെ ഇടയിലൊക്കെ തന്നെ ഉണ്ടോ? വാട്ടർ ഇൻഡസ്ട്രി എന്ന് തന്നെ ഒരു ഇൻഡസ്ട്രി ഉണ്ടോ എന്നൊക്കെ തന്നെ പലർക്കും സത്യത്തിൽ അത് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഈ കരിയർ ഗൈഡൻസ് ഒക്കെ നടത്തുന്ന ഒരുപാട് പേരുണ്ട്. സാബു സാറൊക്കെ ഒരുപാട് അങ്ങനത്തെ പ്രവർത്തികൾ ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഡിസ്കഷനാണ് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് സാർ തന്നെയാണ് സജസ്റ്റ് ചെയ്തത്, ഇത് കൊണ്ടുവന്നാൽ കൊള്ളായിരിക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതിനെക്കുറിച്ച് കുറച്ച് പഠനങ്ങളൊക്കെ നടത്തുകയും പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് കൂടെയും ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആയിട്ട് കുറേ വർഷങ്ങളായിട്ടുള്ള എൻ്റെ എക്സ്പോഷർ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ സാധിച്ചതിലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയ ചില അറിവുകളും തിരിച്ചറിവുകളും ഒക്കെയാണ് ഇന്ന് നമ്മൾ ഈ കരിയർ ഓപ്പർച്യൂണിറ്റീസ്, ജലത്തിലെ ഈ വെള്ളത്തിൻ്റെ ഇൻഡസ്ട്രി എന്ന് തന്നെ പറയാം, അതിൽ നിന്ന് എന്തൊക്കെയാണ് അതിൻ്റെ പൊട്ടൻഷ്യൽസ്, സോ വാട്ട് ആർ ദ ഏരിയാസ്, അതിന് എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് വേണം, അതിനെന്തൊക്കെ ട്രെയിനിങ് വേണം, അത് ഏതൊക്കെ തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഇത് തരത്തിലൊക്കെ ഗവൺമെൻറ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെയുള്ളൊരു നമ്മളൊരു എത്തിനോട്ടമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും ഈ പ്രത്യേകിച്ചും പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഒരു കൺഫ്യൂഷനാണ്, പ്രത്യേകിച്ചും ഈ ഫ്രഷ് ഗ്രാജുവേറ്റ്സൊക്കെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്. പലരും എഞ്ചിനീയറിങ്ങിന് പോകും, ഡിഗ്രിക്ക് പോകും. നമ്മുടെ കേരളം പ്രത്യേകിച്ചും എഡ്യൂക്കേഷനൊക്കെ വളരെ ഉയർന്നിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. എങ്കിലും ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയുമ്പോഴേക്കും നമ്മുടെ ഇപ്പോഴത്തെ ഈ ജനറേഷനിലെ കുട്ടികൾക്കൊക്കെ പോലും ഭയങ്കര കൺഫ്യൂഷൻസാണ്. അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള തലങ്ങൾ എവിടെയാണെന്ന് അറിയത്തില്ല, ഓപ്പർച്യൂണിറ്റീസ് എവിടെ കിടക്കുന്നു എന്നൊക്കെ പലപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ളവരൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് എല്ലാവരും IT മേഖലയിലേക്ക് പോകുന്നു.
അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ പ്യുവർ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള എഞ്ചിനീയറിൻ്റെ മറ്റ് ഒരുപാട് എന്താണ് സെക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പോലും ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, കെമിക്കൽ, സിവിൽ, അങ്ങനെ എഞ്ചിനീയറിംഗിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും പിന്നെ പാസ്സാവുന്ന കുട്ടികളൊക്കെ ഇപ്പോൾ ആണെങ്കിൽ തന്നെ ഈ IT ഇൻഡസ്ട്രീസിലേക്ക് അവർ വന്ന് ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ കൂടെ എടുത്തിട്ട് അവരുടെ ഒരു ട്രെയിനിൽ കൂടെയാണ് പോകുന്നത്. പക്ഷെ അതുകൊണ്ട് മറ്റുള്ള ഇൻഡസ്ട്രികൾ ശരിക്കും പറഞ്ഞാൽ ഈ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിൻ്റെ ഒക്കെ ഒരു അഭാവമുണ്ട്, ശരിക്കും പറഞ്ഞാൽ കുറവുണ്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി തന്നെ ഇപ്പോൾ ഒരുപാട് പ്രത്യേകിച്ച് കെമിക്കൽ എഞ്ചിനീയറിങ്ങിനൊക്കെ പോലും ഇപ്പോഴത്തെ കുട്ടികൾ പോകുന്ന പോലും കുറവാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ ആ കെമിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ ഒരു കുറവുണ്ട് പലയിടത്തും. അതുപോലെ മറ്റുള്ള എല്ലാ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇൻസ്ട്രുമെൻറ്റേഷൻ, അങ്ങനെ നിരവധി എഞ്ചിനീയറിങ്ങിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും. അപ്പോൾ അങ്ങനെ പലയിടത്തും ഉണ്ട്, ഈ കുറവുണ്ട്. പ്രത്യേകിച്ച് ഈ ഗൾഫ് മേഖലയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് സാധ്യതകളും ഉണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു അവബോധം നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിലും വളരെ ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇപ്പോഴും ഒരു ക്വസ്റ്റ്യനാണ്. ഞാൻ അതിലേക്ക് പോകണമെന്നില്ല എന്തായാലും. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ യങ് ജനറേഷനൊക്കെ തന്നെ നമുക്കറിയാം അവരുടെയൊക്കെ സ്വപ്നം രാജ്യങ്ങൾ എന്നൊക്കെ പറയാം എല്ലാം ഫോറിൻ രാജ്യങ്ങളിലാണ്. യൂറോപ്പ്, UK അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കുട്ടികൾ പോകുന്നു, അവിടെ ചെന്ന് വീണ്ടും പഠിക്കാൻ പോകുന്നു, അവിടെ ചെന്ന് സെറ്റിൽ ആവുന്നു. എനിവേ ദാറ്റ് ഇസ് ഫോർ ദ സർവൈവൽ. അതിനകത്തൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഒരു പ്രൊഫഷൻ വേണം, ഫ്യൂച്ചർ വേണം. അതുകൊണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് സാബു സാർ പറഞ്ഞപ്പോൾ എന്താണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻട്രസ്റ്റിലുള്ള കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചാണ് ഞാനിപ്പം ഈ സെഷനിലേക്ക് കടക്കാൻ പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു ഓൾ to this session called the opportunities in water industry. So let me share a slide in front of you. Sabu sir, slide visible aanallo sir? Okay, sir. Okay. It's clear. Okay, so this was the subject we were talking for the last 2 weeks, titled The Lifeblood of Our Planet, that is water. So this is the third part, and so let us see what are the career opportunities in this water industry. Yeah, you can see very young people, the young generation is, doing something in this industry. You can see people on the table, you can see some people on the plant. So this is the subject we are going to talk today. So before I start this, so let me briefly tell you what is this water treatment. പലർക്കും ഈ വാട്ടർ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നതിനെ കുറിച്ച് പലപ്പോഴും സംശയം ഉണ്ടാകാറുണ്ട്. എന്താണ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്? വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ഇംപ്രൂവിങ് വാട്ടർ ക്വാളിറ്റി അറ്റ് ദി എൻഡ് യൂസർ ലെവൽ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ പിക്ചർ നോക്കിയാൽ അറിയാം, നമുക്കൊരു വാട്ടർ സോഴ്സ് ഉണ്ട്. നാച്ചുറലി ദർ ആർ വാട്ടർ സോഴ്സസ് ഓൺ ദ എർത്ത്. അപ്പോൾ അതൊക്കെയാണെങ്കിലും ഇപ്പം നമ്മൾ ഈ പറയുന്ന കുടിവെള്ളത്തിൻ്റെ സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വാട്ടർ ക്വാളിറ്റി വേണമെങ്കിൽ ദാറ്റ് ഹാസ് ടു ബി ട്രീറ്റഡ്. There are some sources without treatment also you can have, like in the natural springs and all. But in our place, mostly നമ്മുടെയൊക്കെ സ്ഥലത്ത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പം മലിനീകരണമാണ്, പൊല്യൂഷനാണ്. നമ്മുടെ ചുറ്റിനും നമ്മുടെ എയർ പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുന്നു, നമുക്കുള്ള നല്ല സ്രോതസ്സുകളൊക്കെ പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുന്നു. സോ വി നീഡ് ടു ട്രീറ്റ് ബിഫോർ വി യൂസ് ഇറ്റ്. സോ അതിൻ്റെ കുറച്ച് പ്രോസസ്സാണ് ഞാൻ ഈ താഴെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ പടം നോക്കിയാൽ അറിയാം, അതൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ കൂടെ വന്നിട്ട് അത് വിവിധ പ്രോസസ്സുകളിൽ കൂടെ പോയിട്ടാണ് അത് ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട് അതിനകത്ത്. ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഫിൽട്രേഷൻ പ്രോസസ് ഉണ്ട്. സോ ഓൺ ദ ലാസ്റ്റ് യു ക്യാൻ സീ ദിസ് ഈസ് സെർവ്ഡ് ഫോർ ദ കമ്മ്യൂണിറ്റി ഇൻ എ ടാങ്ക് വെയർ എവർ വി ലീവ്. ദിസ് ഡ്രിങ്കിങ് വാട്ടർ ഈസ് സ്റ്റോർഡ് ആൻഡ് ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ കമ്മ്യൂണിറ്റി.
So this is water treatment. So we have to treat the water from the water sources to a certain level so that it is drinkable, it is potable, it can be used for further applications. So this is the case of water treatment. So if you look at the wastewater treatment, this is something different. ഇപ്പോൾ വാട്ടർ ട്രീറ്റ്മെന്റ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിലുള്ള ഒരു ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, so this is the difference. Okay, so in the wastewater there are some contaminants or it's that has to be removed. So that's the process. The process of removing and eliminating contaminants to ensure that the treated wastewater can be disposed of or reused. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഈ വേസ്റ്റ് വാട്ടറിന്റെ റീസൈക്ലിംഗ്, there are 3 R's in water industry we call the recycle, reuse and reduce. So it started from the reduction. So അതിനെ ബേസ് ചെയ്തൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അതാണ് ഈ വാട്ടർ ട്രീറ്റ്മെന്റ്, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിൽ കൂടെ the polluter was to be treated before it is disposed or it can be recycled or reused. അപ്പോൾ അതിനുള്ള പ്ലാന്റുകൾ വേണം. അതാണ് ഈ താഴെ കാണിച്ചിരിക്കുന്ന സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, അഗ്രികൾച്ചറൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ലീച്ചേജ് ട്രീറ്റ്മെന്റ്, അതിന്റെ കുറേ ടൈപ്പുള്ള കുറേ ട്രീറ്റ്മെന്റ് പ്രോസസ്സുകൾ കൂടെയൊക്കെ ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരുന്ന പിക്ചർ അതിനൊരു ഉദാഹരണം. യു ക്യാൻ സീ ലാർജ് ടാങ്ക്സ്, process tanks, the physical equipments, filtration equipments. So this is how the wastewater is being treated, so that it can be disposed of safely, environment safely. Okay, so this is the difference between the water and the wastewater. This is the industry. Last time ഏതാണ്? ലാസ്റ്റ് ടൈം ഗുഡ് ക്വസ്റ്റ്യൻ സാബു സർ. ലീച്ചേറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാർ ഈ സോളിഡ് വേസ്റ്റ് ഒക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സോളിഡ് വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് ഉണ്ട്. നമ്മുടെ നാട്ടിലും അതൊരു വലിയ സംസാര വിഷയമാണല്ലോ. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് ഈ വേസ്റ്റ് ലിക്വിഡ് സാർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഹൈലി പൊല്യൂട്ടഡ് ആണ്, ഹൈലി കണ്ടാമിനേറ്റഡ് ആണ് സാർ. അപ്പൊ അതിനെയാണ് ലീച്ചേറ്റ് എന്ന് പറയുന്നത്. അതും ട്രീറ്റ് ചെയ്തതിന് ശേഷമേ നമുക്ക് സേഫ്ലി അത് ഡിസ്പോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതർവൈസ് ഇറ്റ് കണ്ടെയ്ൻസ് ലോട്ട് ഓഫ് പൊല്യൂട്ടഡ് കണ്ടാമിനൻസ് ഇൻ ദാറ്റ്. അതാണ് ലീച്ചേറ്റ് ട്രീറ്റ്മെന്റ്. വരാം സാർ. അത് ഡിപ്പെൻഡ്സ് ഓൺ എന്തൊക്കെ തരത്തിലുള്ള നമ്മൾ സോളിഡ് വേസ്റ്റ് ആണ് അവിടെ ഡിസ്പോസ് ചെയ്യുന്നതിനെ അനുസരിച്ച് കെമിക്കൽ വേസ്റ്റ് പോലും വരാറുണ്ട് സാർ. ശരിക്കും പറഞ്ഞാൽ ഈ സോളിഡ് വേസ്റ്റ് പോലും രണ്ടായിട്ടാണ് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ട്രീറ്റ് ചെയ്യുന്നത്. ഈ ഹൈലി ടോക്സിക് കെമിക്കൽസ് ഒക്കെ അടങ്ങുന്ന സോളിഡ് വേസ്റ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ വളരെ വിദഗ്ധമായിട്ട് അല്ലെങ്കിൽ വളരെ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെയൊക്കെ ഓർഗാനിക് പൊല്യൂഷൻ അല്ലെങ്കിൽ പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത് അതൊക്കെ റിമൂവിന് ശേഷമാണ് അതൊക്കെ പോലും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റിയും ഉണ്ട്. നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ല. കേരളത്തിലൊക്കെ ആണെങ്കിലും ഈ സോളിഡ് വേസ്റ്റ് ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തും എന്നൊക്കെ പറയുന്നുള്ളൂ സാർ. പക്ഷെ അതൊന്നും അതിൻ്റെ പ്രോപ്പറായ ഒരു രീതിയിലൊക്കെ വരണം. ഞാൻ ആ ഭാഗത്തോട്ടൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സബ്ജക്ട്. സോ ലെറ്റ് us come back to our today's topic. Is that clear, sir? ഞാൻ പറഞ്ഞത് സാബു സാർ? Okay, okay, clear. Right, sir. So this is a very interesting topic. These are the key industries that require water or wastewater treatment. On the left side, you can see a few industries which require water. So wherever the water is used for the process or the purpose, so once it is used, it's a wastewater. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഓയിൽ ആൻഡ് ഗ്യാസ് ഉണ്ട്. ഓയിൽ ആൻഡ് ഗ്യാസിൽ ഒരുപാട് ഓയിൽ പ്രൊഡക്ഷനിൽ ഓഫ് ഷോറുകളിലൊക്കെ ഈ ഓയിൽ എടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് വെള്ളം ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ പ്രോസസ്സ് ചെയ്തതിന് ശേഷമാണ് തിരിച്ച് കടലിലോട്ട് തന്നെ വിടുന്നത്. ഫാർമസ്യൂട്ടിക്കൽസ്, മെഡിസിൻ, ഫാർമസ്യൂട്ടിക്കൽസിൽ ഒരുപാട് തരത്തിലുള്ള വാട്ടറിൻ്റെ ഉപയോഗമുണ്ട്. മരുന്ന് ഉണ്ടാക്കാൻ തന്നെ വാട്ടർ ഫോർ ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ട്. വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ് തന്നെ അതിൻ്റെ അൾട്രാ പ്യുവർ ഫോമിൽ വാട്ടർ ട്രീറ്റ് ചെയ്തെടുക്കാറുണ്ട്. ഡയാലിസിസിന് ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെയുള്ള പ്യുവർ വാട്ടറൊക്കെ. ഫുഡ് ആൻഡ് ബിവറേജ്, നമ്മൾ കാണുന്ന മിക്കവാറുമുള്ള നമ്മുടെ വീടുകളിലൊക്കെ വരുന്ന പ്രോസസ്സ് ഫുഡിൽ എല്ലായിടത്തും വെള്ളം വേണം. വേസ്റ്റ് വാട്ടറും ജനറേറ്റ് ചെയ്യും. പവർ ജനറേഷൻ, തെർമൽ പവർ പ്ലാന്റിലൊക്കെ ഡീസാലിനേഷൻ പ്ലാന്റിൻ്റെ ഉപയോഗം ഒരുപാടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞില്ല ഡിമിനറലൈസ്ഡ് വാട്ടർ, ഡിമിൻ വാട്ടർ, ദർ ആർ വെരി ടൈപ്സ് ഓഫ് വാട്ടർ. സോ വാട്ടർ ഇസ് അഗെയിൻ നീഡഡ് ദെയർ. പേപ്പർ ഇൻഡസ്ട്രി, ഞാൻ അതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു.
പേപ്പർ നമ്മൾ കാണുന്ന പേപ്പർ ഉണ്ടാക്കണമെങ്കിൽ we need a lot of water. Steel manufacturing, textiles and apparels, ഇലക്ട്രോണിക് സെമി കണ്ടക്ടേഴ്സ് ഒക്കെ നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ ലാപ്ടോപ്പ് അടക്കം ഫോൺ അടക്കം നമ്മൾ കാണുന്ന നമ്മുടെ കമ്പോണൻസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് അലൂമിനിയം ബേസ്ഡ് കമ്പോണൻസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് വാട്ടർ ട്രീറ്റ്മെൻറ്റ്, റിൻസിങ് എന്നൊക്കെ പറഞ്ഞ് പ്യുവർ വാട്ടർ വേണം. പെയിൻറ്റ് മാനുഫാക്ചറിങ്ങിൽ വേണം. സിമെൻറ്റ് പ്രൊഡക്ഷൻ, എയർപോർട്ട്സിലൊക്കെ നമ്മൾ കാണാം 10,000-കണക്കിന് ആൾക്കാർ പോകുന്ന എയർപോർട്ടുകളിൽ ഈ പറയുന്ന വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ അവിടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഒരു വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ പ്രൊജക്റ്റിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് ഇൻ 2010-11. ഹോസ്പിറ്റൽസ് ആണ് ഏറ്റവും കൂടുതൽ വേസ്റ്റ് വാട്ടർ ജനറേറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിലെ നമ്മൾ ഈ കാണുന്ന സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്പെഷ്യാലിറ്റി ഉള്ള ഹോസ്പിറ്റലിലൊക്കെ പ്രത്യേകം ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ട്. അവിടെ ഉപയോഗിക്കുന്ന എല്ലാം ഹൈലി പൊല്യൂട്ടഡ് ആണ്. പൊല്യൂട്ടഡിനേക്കാളും അതൊക്കെ ഹൈലി നമുക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള വളരെ സാധ്യതയുള്ളതാണ്. സോ ദർ ആർ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് ഇൻ ഹോസ്പിറ്റൽസ്, ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ്. 5-star ഹോട്ടൽസിലൊക്കെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ട്. ലോണ്ട്രി ഒക്കെ അവിടെ ഉണ്ട്. അവിടെയൊക്കെ ഒരുപാട് വെള്ളം ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ്. സോ ദാറ്റ് അഗെയിൻ ഹാസ് ടു ബി ട്രീറ്റഡ്. റിയൽ എസ്റ്റേറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ടൗൺഷിപ്പുകളിലൊക്കെ നമുക്കറിയാം we need huge sewage treatment plants for the domestic purpose. അതൊക്കെ റീയൂസ് ചെയ്താണ് പലയിടത്തും നമ്മുടെ ഇറിഗേഷൻ പർപ്പസിന് ഉപയോഗിക്കുന്നത്. നമ്മൾ കാണുന്ന ഗാർഡനിൽ ഉപയോഗിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ നമ്മുടെ സെഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കുട്ടികളൊക്കെ പഠിക്കുന്ന കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ അതുപോലുള്ള കോളേജുകളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് വാട്ടർ ജനറേറ്റർ ഉണ്ട്. ദാറ്റ് ഓൾ റിക്വയർ waste water treatment plant or maybe the water treatment plant also. Now next, this is the interesting point. So the job positions in water and wastewater sector. I have put a few positions mainly in water treatment plants. We need these people's service to run water treatment plant or wastewater treatment plant. Starting from a plant operator, we need the plant has to be operated by a specialized trained person. We need a plant mechanic. Something goes wrong, we need to repair it back. Electrician, O&M engineer. O&M is operation and maintenance. That's a one term. That is also engineers having BTech and all. They are the people mostly do the process, operations, maintenance. These are done by these guys. Then design, process engineers. Any treatment has to be, designed properly, considering how much is the water to be treated. There are calculations, chemical calculations, engineering calculation, how big need to be the sizing of the tank. So there are very big, design concepts in the water industry. So we need design engineers. A chemist, very important position. കെമിസ്റ്റിൻ്റെ ജോബ് എന്ന് പറഞ്ഞാൽ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി, വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് കൃത്യമായിട്ട് മെഷർ ചെയ്തിട്ട് ദേ ഹാവ് ടു റിപ്പോർട്ട് ടു ദി സ്റ്റേഷൻ ഹെഡ്സ്. ദിസ് ഈസ് ടുഡേയ്സ് വാട്ടർ പ്രൊഡക്ഷൻ. Instrumentation engineering. Now almost all the plants are run by automatically, so we need instrumentation and electronic guys to do the automation. So now the below are the manager's position. There is an O&M manager. He has to do the operations and maintenance. And the plant general manager, he's on the top of a treatment plant. I will show you how this the organization chart and how these guys are working. And there are water treatment specialists, consultants, maybe similar to my position. So currently I do a lot of consultations for my company in terms of design, in terms of the new upcoming plans. We advise the government. So we closely work with many organizations, manufacturers. So these are the specialized positions. So you can see this only few. There are maybe more positions, but I put only here a few positions because of the the space limitations.
now, if you see this organization chart, you can see how a treatment plant is working. I'm talking about a very huge treatment plant having, hundreds and thousands of cubic meters per day capacity. Maybe cannot see much higher capacity treatment plants in our place, but in Gulf countries where the water is generated here through the the sea. Here you can see it's like a power station. It's a big, huge stations are here. You can see whenever you travel here. So starting from the plant general manager, plant manager, he's on the top of this tree. Under this, you can see many positions. So these are opportunities. Okay, this is the opportunities. If people are qualified or if people are trained properly, if the experience, you can see all these positions. So under the general manager, you can see starting from the left, there's an operations manager, there's a QA, QC, there's a quality assurance, quality control manager. Then there is a maintenance manager. The plant has to be maintained throughout the time. And you can see this on the left side, you can see this is the most technical part of the organization. On the right side, you can see starting from the HR, admin manager, HSE, health, safety, and environment manager, procurement manager. There are many things you have to procure for a plant. Finance manager, there are a lot of financial things. So under these managers, you can see the different types of the positions. Operations engineer, process engineers, maintenance engineers, and the control room. In most of the treatment plants have a big control room that's fully automated. So these guys do the process through the control rooms, and under the control room is the field operators. So these are the people, if you look at this field operators, these are the real operators running a plant. It is in their hands. Okay, they run over the plant, they see everything is put in place, they operate the plant as per the SOP. SOP means the standard operating procedures. The plant has to be operated in a particular way. So the field operators, according to me, they're the key people in a plant. If they do any mistake, it is a big mistake. Okay, so we people in the industry, we always take care about these people. We train them. Okay, we support them mentally, morally, okay, by training. These are the guys. So same as the chemists, as I said, there are the electricians under the maintenance manager, mechanics. If something goes wrong with the pump, it has to be repaired back and put it in place so that the plant should run. Okay, C&I technicians mean the control and instrumentation. Most of the plants are now automatic, I said earlier. So anything, with the communications and with anything with the automation parts, so this has to, guys have to come. And under the HR admin manager, there's a receptionist, and there's an office boy, IT support, safety officers, procurement assistant, accountants. So if you look at this, the organization chart, you can see various positions. Maybe more than this. So to run a plant under the plant manager, so this whole function has to run very, very properly. Once I was a plant manager, I had the opportunities to work as a plant manager in 2-3 countries. Once I was a plant manager for a large desalination plant of capacity 500,000 cubic meters per day. That was the largest desalination plants at that time. So I have trained all these people, like the technical people in Algeria. That was in Algeria. So this is the way a plant should run. Okay, so this makes sure that everything is running as per the the guidelines, or maybe the qualities, how the water should be. So these people are the people working for the people, actually. Same case applies to a wastewater treatment plant as well. Okay, same structure. Same structure is also there. Okay. So let us look at, in our country, what are the government agencies in water and wastewater sector. Even I was also amazed
when I was searching for, what are the organizations on central government, I don't know how many people you have heard about these names. Sabu സാറേ, ഈ പറയുന്ന ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവർക്കുള്ള അവയർനെസ് ഉണ്ടെങ്കിൽ they can share their knowledge, or they can tell me what they have seen this organization before. Sabu സാറേ കേട്ടിട്ടുണ്ടോ? Or anyone else? Okay, so this is the Indian government. Maybe there are more. I have put only a few. I have selected only a few. So here, according to the education, as I said, most of the people should have a background of, either, engineering or maybe diploma or ITI. These people have various opportunities here, depending on the necessities of the plants. Okay, so this is the government sector. I'm talking about the central government. The government bodies are there. I could find many more, but I have put only 9 numbers here. Now, let us talk about the private sector. So these are the companies in the private sector working in India, having experience and, the projects all over the India, and also some of the companies, like example, Viatech Vabag, it's a very good company based in Chennai. They operate in many countries, not only in India. ഒരുപാട് കൺട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, including Gulf countries. അവരുടെ presence ഉണ്ട്. Some of the Far East countries, they have operations. And these are the companies. These are very good companies, in fact. And ഇങ്ങനെയുള്ള കമ്പനികൾ ആക്ച്വലി ട്രെയിനീസിനെ എടുക്കാറുണ്ട്. എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ട്രെയിൻസിനെ എടുത്തിട്ട് they train them in various positions. Thermax എന്ന് പറഞ്ഞ കമ്പനി അതുപോലെയാണ്. It's one of the oldest company in Thermax. People know in this industry. Thermax is a well-reputed company. And you can see many companies under the GE. GE was also, actually it's an American company, but they have their operations in India. Siemens, it's a good company. Aquatech, Aqua Innovative, Voltas അറിയത്തില്ല, അവർ എയർ കണ്ടീഷനിങ്ങും മറ്റുള്ള അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നതാണ് മിക്കവാറും പേരുടെ ധാരണ. ബട്ട് ദേ ഓൾസോ ഹാവ് എ വാട്ടർ ട്രീറ്റ്മെന്റ് പ്രോസസ് കമ്പനി. ആൻഡ് ഓൺ ദ ആക്ടിവിറ്റീസ് ഐ ഹാവ് റിട്ടൺ ഡൗൺ വാട്ട് these companies do in terms of their projects. Hindustan Door, Oliver, WOG Technologies. I have many companies here. I have put around 15 companies. Okay, Iron Exchange, that is also a very old company. They started maybe around, I think they have crossed 50 years. 50 വർഷം കഴിഞ്ഞിട്ടുണ്ട്. SPML Infra Limited, New Delhi, that is also a very huge company. Okay, so my point here is, if I have listed around 15 companies, huge potentials of job opportunities with this company. They hire people. Okay, they hire people and they train them and they put into their projects. So apart from this, what I would like to add one more point here. ഞാൻ ഈ പറയുന്ന ഈ ട്രീറ്റ്മെന്റ് പ്ലാൻ അല്ലാതെ ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രൊജക്റ്റ് നടക്കാറുണ്ട്. അപ്പോൾ അതിലേക്കും സിവിൽ എഞ്ചിനീയേഴ്സ്, ഈ പിന്നെ പലതരത്തിലുള്ള എഞ്ചിനീയറിംഗ് ഡിസൈനേഴ്സിൻ്റെ, എസ്പെഷ്യലി സിവിൽ, ഇലക്ട്രോ മെക്കാനിക്കൽ മാനേജേഴ്സ്, എഞ്ചിനീയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന വാട്ടർ വേസ്റ്റ് വാട്ടർ ഇൻഡസ്ട്രീസിലെ ജോബിന്റെ പൊട്ടൻഷ്യൽ, ഇറ്റ് ഈസ് മോർ ദാൻ തിങ്ക് ഓൾ ഓഫ് us think actually. നമുക്കറിയില്ല എന്ന്. You have to dig. If you dig more, you will find out more details, positions. And one more thing, these companies, according to my knowledge, they pay very well also. മറ്റുള്ള ഇൻഡസ്ട്രികളിലേക്കാളും ഞാൻ കഴിഞ്ഞ സെഷനിലും പറഞ്ഞിരുന്നു, വാട്ടർ ഇൻഡസ്ട്രിയിൽ ആക്ച്വലി the pay scales are also good. In some companies, they also pay risk allowances, health and safety allowances. ഞങ്ങളൊക്കെ വർക്ക് ചെയ്തിരുന്ന ദുബായ് പോർട്ടിൽ we used to get some allowances. Okay, അപ്പോൾ അങ്ങനെ ഗവൺമെന്റ് തന്നെ അലവൻസുകൾ കൊടുക്കാറുണ്ട്, എസ്പെഷ്യലി വേസ്റ്റ് വാട്ടർ സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നത്, ബിക്കോസ് ഓഫ് ദെയർ ഹെൽത്ത്. സോ സ്പെഷ്യൽ ഇൻഷുറൻസ് കൊടുക്കാറുണ്ട്, സ്പെഷ്യൽ ഫുഡ് കൊടുക്കാറുണ്ട്, മിൽക്ക് കൊടുക്കാറുണ്ട്. മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഡിസിൻഫെക്ഷൻ പവർ ഉള്ള സാധനമാണ് മിൽക്ക്. നമ്മൾ ഈ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർ
ബോയിൽ ചെയ്ത മിൽക്ക് കുടിക്കാറുണ്ട്. ഓക്കെ, ഞാനത് ഷെയർ ചെയ്തതേ ഉള്ളൂ. വൈ? ബിക്കോസ് ദേ ഹാവ് ടു പ്രൊട്ടക്ട് ദെയർ ഹെൽത്ത്. സോ coming back to the opportunities, you all of you will agree that you have seen this much companies in private sector and also in the central government sector. Maybe in the state wise പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ KWA മാതിരിയൊക്കെയുള്ള ഒരുപാട് ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് കാണാം. അത് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന വാട്ടർ വേസ്റ്റ് വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അടക്കം അടക്കം അവർ ഇത് ഹാൻഡിൽ ചെയ്യുന്നതാണ്. സോ ദർ ആർ ഓപ്പർച്യൂണിറ്റീസ് വേർ എവർ യു സീ വാട്ടർ നിയർ ബൈ. ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ദർ ഇസ് ഓൾസോ എ ജോബ്. പലർക്കും അറിയത്തില്ല ശരിക്കും നമ്മുടെ വീട്ടിലെ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുമ്പോൾ ഇത്രമാത്രമൊക്കെ ഈ വെള്ളത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ടോ എന്ന് പോലും തോന്നുന്നവരുണ്ടാവാം. കഴിഞ്ഞ ദിവസം ഞാൻ ഈ സംശയം ചോദിച്ചിരുന്നു, എന്താണ് ഈ വെള്ളത്തെക്കുറിച്ച് ഇത്ര പറയാനുള്ളത്. ഇപ്പോഴെങ്കിലും കുറച്ച് പേർക്ക് മനസ്സിലായി കാണും വെള്ളത്തെക്കുറിച്ച് പറയാനും ഉണ്ടെന്നും അതിനകത്ത് കാര്യമുണ്ടെന്നൊക്കെയുള്ള. അതിനകത്ത് ജോലി ജീവിതമാണ് ആക്ച്വലി. സി, ഐ ആം സർവൈവിങ് ഇൻ ദിസ് ഇൻഡസ്ട്രി ഫോർ ദ ലാസ്റ്റ് 35 years. ഞാൻ വേറെ ഒരു ജോലിയും ചെയ്തിട്ടില്ല. വെനെവർ ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ ഇൻ ദിസ്, ഐ സ്റ്റിക്ക് ഓൺ ടു ദിസ് ഇൻഡസ്ട്രി. I am very proud of that also. That is the other point I have to mention here. നമ്മുടെ ഈ എഞ്ചിനീയറിംഗ് ഒക്കെ പാസ്സാവുന്ന കുട്ടികൾ ഈ ഇൻഡസ്ട്രി അവർ ആദ്യം ചെയ്യേണ്ടത് എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗോ ആവണമെന്നില്ല, ഇപ്പം ഡിഗ്രിയോ കെമിസ്ട്രി അതുപോലുള്ള സബ്ജക്റ്റുകൾ ബയോ കെമിസ്ട്രി അങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ ആദ്യം ചെയ്യേണ്ടത് അവർ ഇൻഡസ്ട്രി ചൂസ് ചെയ്യണം. ആക്ച്വലി ഒരു ജോബ് ഇപ്പം ഇപ്പം ഞാൻ നേരത്തെ എൻ്റെ ഈ സ്ലൈഡിൽ കാണിച്ചിട്ട് എന്തോരം ഇൻഡസ്ട്രികളുണ്ട്. ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ്. അപ്പോൾ ആ ഓയിൽ ആൻഡ് ഗ്യാസിൽ ഒരു കരിയർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഓയിൽ ആൻഡ് ഗ്യാസിൽ തന്നെ നിൽക്കണം. ഇപ്പോഴത്തെ ചില കുട്ടികൾ ഈ 6 മാസം കൂടുമ്പം പോലും ജോബ് ചേഞ്ച് ചെയ്യുന്ന എനിക്ക് കുറച്ച് കുട്ടികളെ എനിക്കറിയാം. ദേ ആക്ച്വലി ചേഞ്ചിങ് ദർ ഇൻഡസ്ട്രി. ഇവിടെ കുറച്ച് കാലം 6 മാസം വർക്ക് ചെയ്യും, ഓയിൽ ആൻഡ് ഗ്യാസിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് IT പോയി ഒരു 6 മാസം വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ പോയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ പറ്റുന്നത് എന്താ വെച്ചാൽ ഇവർക്ക് ഒരു പ്രൊഫഷൻ കിട്ടുന്നില്ല ഒരു ഇൻഡസ്ട്രിയിൽ. അതാണ് പ്രശ്നം. ദേ ക്യാൻ ഫൈൻഡ് ഔട്ട് ജോബ്, ദേ ക്യാൻ ജംപ് ഫ്രം വൺ ജോബ് ടു അതർ. പക്ഷേ ഞാൻ പറയുന്നത് അത് ചെയ്യാൻ പാടില്ല എന്ന്. ഇഫ് ഓപ്പർച്യൂണിറ്റീസ് ആർ ഗിവൺ, ദേ ഹാവ് ടു സ്റ്റിക്ക് ടു എ പർട്ടിക്കുലർ ഇൻഡസ്ട്രി. യു സ്റ്റേ ദർ ആൻഡ് ടേക്ക് ദ ladder to get the promotions. You prove that you are able or capable of taking positions. ഈ വാട്ടർ ഇൻഡസ്ട്രീസിലും അതുണ്ട്. See, I started from a low position. Over the years, I took my positions through the years. But I never changed my profession, my industry. That's the a suggestion I can put in front of you. Tell maybe to your children, maybe your friends. So stick on to the industry and don't change the industry from jumping from one industry to another. Okay, you can jump in the same industry for having better prospects, better future. You can do that. There is no problem. പക്ഷെ ഒരേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ എക്സ്പീരിയൻസ് ആ പർട്ടിക്കുലർ സബ്ജക്റ്റിലെ അതിനാണ് വാല്യൂ. മേ ബി ഒരു ഫ്യൂ ഡോളേഴ്സോ അല്ലെങ്കിൽ റുപ്പീസോ ഒക്കെ കൂടുതൽ സാലറി കിട്ടുമായിരിക്കും. ബട്ട് ഇൻ ദ എൻഡ് ഓഫ് യുവർ കരിയർ യു വിൽ എൻജോയ് ദ ഫ്രൂട്ട്. ഓക്കെ, ദാറ്റ്സ് ദി അനദർ പോയിന്റ് ഐ വുഡ് ലൈക്ക് ടു മെൻഷൻ ഹിയർ. Now let us talk about the international companies. Now ഞാൻ ഗവൺമെന്റ് സെക്ടർ, നമ്മുടെ നാട്ടിലെ സെൻട്രൽ ഗവൺമെന്റ് സെക്ടർ, അത് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് സെക്ടർ കഴിഞ്ഞു. Now let us talk about what is in international sectors. See these 9 companies. Okay, these are huge companies. Their worth is billions. For example, Veolia is the biggest and largest water solutions company in the world. It's a French-based company. You can see Veolia wherever you go to any country. They are everywhere. നമ്മുടെ ഇന്ത്യയിലും അവർ വന്നിട്ടുണ്ടായിരുന്നു ഒരു 5-10 വർഷത്തിന് മുന്നേ. അവർ നമ്മുടെ ഡൽഹി ബേസ്ഡ് ഒരു കമ്പനിയുമായിട്ട് ചേർത്ത് ജോയിന്റ് വെഞ്ചർ ഉണ്ടാക്കിയിരുന്നു. നമ്മുടെ നാട്ടിലെ സ്ഥിതിവിശേഷങ്ങൾ പലപ്പോഴും ഈ ജോയിന്റ് വെഞ്ചർ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ബിസിനസ് വിത്ത് ഫോറിൻ കമ്പനീസ്, they always end up in arguments and arbitration. വിയോളിയയ്ക്കും പറ്റിയത് അതാണ്. So they winded up their operation. They said, thank you very much. Okay,
we are not going to work in the Indian sector. That was their bad experience. Okay. And the rest of the companies, Ecolab, Culligan is another company, very, very, very famous in water industry. United Utilities, that's another company in UK. I was also an employee there. I worked there as well. Pentair, that's a good company. You can see most of these companies are USA-based companies and UK. There are also companies based in some other countries, but these companies, wherever I have mentioned on the left side, they are huge companies. Okay, if you get a chance to get a job with these companies, it's done. But stick on to the company, as I mentioned earlier. Maybe you can take a lower position and stick with them. They will take you. They will train you. For example, Veolia and all. I know it's a good company. They train internal training for their staff. Every time they provide training to their staff. The training is also important. The new technologies are coming into the market day by day. That you have to update yourself. For example, if you ask my case, I have updated with all the process of water treatment, including the the membrane process. Okay, so you have to update yourself. Then the opportunity will be after you. So you can see the activities. They are number one companies. They work worldwide. Especially these companies are all companies. They have their presence here in the Gulf countries, because in Gulf countries, water is water is very, very precious here. There's only one source here, mainly the sea. Underground-ലെ വെള്ളം പോലും salty water ആണ്. അപ്പോൾ വെള്ളം ഇവിടെ ശരിക്കും ഉണ്ടാക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പോലെ എങ്ങോട്ട് തിരിഞ്ഞാലും വെള്ളമില്ലാത്ത സ്ഥലമാണ് ഇവിടെ. അതുകൊണ്ട് വെള്ളത്തിന് ഇതിൻ്റെതായിട്ട് വിലയുണ്ട്. ഇവിടെ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് സംവിധാനങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ് ഗൾഫ് കൺട്രീസ്. US-ലുണ്ട്. അതുപോലെ all the developed countries, they have good water treatment systems, because water is an essential thing for the people. Same like air, people also need fresh water to drink. So these companies, they provide services, projects, they make huge treatment plants starting from the scratch. They design, and it's called EPC, engineering, procurement, construction. They make plans. അപ്പോൾ അവിടെ എഞ്ചിനീയറിംഗിന്റെ സാധ്യതകൾ ഒരുപാടുണ്ട്. Now let us look at the job description of a plant operator. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലും വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിലും ഓപ്പറേറ്റർ ഉണ്ട്. So just quickly go through this, their daily jobs. Okay, these are the jobs done by an operator. Operate and maintain equipment such as pumps, filters, and chemical treatment systems. They have to operate and maintain it. Okay, correct operations. Ensure safe, efficient, and economical operation of wastewater treatment plants. Monitor water quality parameters. See, very important. These are some of the parameters like pH, turbidity, chlorine levels. Chlorine levels is so very important for water treatment in the drinking water. It's a disinfectant. If the chlorine dosing, operators do the chlorine dosing systems. If they fail to put the correct dosing of a water treatment plant, you are in trouble. Bacteria, fecal coliforms, total coliforms, there are many types of bacteria, viruses, protozoa, all will come into the drinking water. So these people, they ensure that the correct chlorine dosing is done. That's why I said these are the champions on the field, okay, not the manager. They do the job. Small laboratory tests they can do. They're trained people to do small tests. Some office jobs, meets and exceed rules and regulations. So they are also trained to understand what are the rules and regulations in a country. What should be the water qualities? They cannot fail. Safety, important thing, because they are working with electromechanical equipments.
They operate pumps, they operate many electrical stuffs. So safety is a must there. We provide safety, trainings to these people. They should not, do any kind of safety mistakes. See, as I said, participating in training programs, we always train the operators. Whenever there's a new technology, we provide the OJT, the on job trainings on the field. So that's what I said. This is an important position. The people from our maybe completing the graduation or maybe ITI or a diploma or even engineers, there are BTech guys, they are operators. Okay, so this is a good position to start with in a water treatment industry. You will learn about water or wastewater. This is the right position to begin, according to me. Okay, so this will teach you. This position will teach you a person about many things. Similarly, let us look at the job description of a WTP, means water treatment plant mechanic. These guys are mostly electrical, mechanical, instrumentation guys. Mostly those who are as a mechanic, mostly they are mechanical engineering background guys. Look at their duties. Actually, I just wanted to show you. That's why this position, when I'm talking about the job opportunities, these people, they have to learn this. How to learn this is they have the the educational background. They can they know the theoretical part only in the books. But I don't know, in our engineering institutes and all, how even now how they are going to give the training for people. There's no skill development. So you have to do this separately after maybe the graduation or maybe the BTech. People have to go for a special training how to do this. Look at this. There is a lot of responsibilities on these guys, because the operation of a plant is in this guy's hand. If something breaks down, for example, a pump, so it has to be repaired, put it back immediately as soon as possible. So that's the job of a mechanic. Maintenance, especially the maintenance, troubleshooting, installation, setup of new equipment. It's a very skilled job. Monitor equipment performance, very important. Respond promptly to the equipment breakdowns. Yeah, this is what I said. Okay, they have to run or they have to attend this on an emergency case. Address urgent mechanical issues. When they open a pump, they know what is the trouble inside the pump. They have to understand that. Maintain accurate records. Important. Report any abnormalities or malfunctions to his superior. The mechanics have a foreman or maybe a supervisor. So he has to report when he opens a pump. So this is a problem with this pump. You have to replace it, or you have to put some spare parts on this. That's how they do this. Again, safety. See, the mechanics, when they do the jobs in the plant, the safety protocols are very important. You can see what are the PPs. Example, in this mechanic he has put in his place. You can see his helmet. There's a goggle on his eyes to protect his eyes. You can see a mask. Okay, you can see the gloves. So this is the safety protocols. Very important. So we also provide safety training to these guys. They should not do any safety incidents, zero incidents. In some of the plants, it's called the zero incidents, no safety accidents. Again, training. We provide training to these guys. Once classroom trainings are provided, on-job trainings are provided. This is the case of an electrician. Look at how he is doing the electrical, this is the control panel of a or a water treatment plant. Very important. Electricians play a very big role. So our people, നമ്മുടെ ഈ നാട്ടിലെ
ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻഡസ്ട്രിയാണ് വാട്ടർ ഇൻഡസ്ട്രി. ദർ മെനി ഓപ്പർച്യൂണിറ്റീസ്. ഇലക്ട്രീഷ്യൻസിനെ സത്യം പറഞ്ഞാൽ ട്രെയിൻഡ് ഇലക്ട്രീഷ്യൻസിനെ കിട്ടാനില്ല. ഇപ്പം ഞാൻ എൻ്റെ ഇൻഡസ്ട്രിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ആർ റണ്ണിങ് ആഫ്റ്റർ ദീസ് ഗൈസ്. അങ്ങനെ ആരെങ്കിലും ഒരു ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ടെങ്കിൽ വി റീറ്റൈൻ ഹിം, ബിക്കോസ് ഇഫ് യു ലൂസ് ദാറ്റ് ഗായ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ്. നമ്മൾ പുതിയൊരാളെ കൊണ്ടുവന്നിട്ട് പിന്നെ ട്രെയിൻ ചെയ്തൊക്കെ വരണമെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട്. So retaining the employees, maybe the HR guys, I'm not an HR professional. So HR alkarke, they know how to retain an employee. Once we train them, once we make an electrician according to the industry, because electricians there are many industries, but in water treatment industry we need special trained electricians. They can do their job. Again, I have put a lot of activities. These are the job description written for an electrician. For an electrician, when he joins, we will tell them, or we will give this document. These are your duties. Okay, this is put in writing, so he knows according to these job descriptions they have to work. There are superiors. They will also lead them, but they have to do their job description. Let us look at this smart, engineer. Look at his, this is an engineer in a treatment plant. He is also another hero. Okay, his job descriptions are much more, on a higher level. If you just quickly go through this job description, you can see, starting from he has to know a designing solution, designing engineering solution. He should at least know what are the water quality testing, regular, testing. He has to, hands in hand to work with the chemist or the analyst in the laboratory, so they should understand what are the the water quality parameters, environmental standards, advising, the government agencies and the industries on environmental standards and policies. Very important. They have to stick on to this. The statutory government rules are there, so they should learn and they should understand what are those, the statutory rules and regulations. Project management. The project management is a different courses are also there. Engineering കഴിഞ്ഞിട്ട് project management course PMP എന്ന് പറയുന്ന professional courses ഒക്കെ ഉണ്ട്. അവിടെ എങ്ങനെ ഒരു പ്രൊജക്റ്റ്, ഇപ്പോൾ ഏത് പർട്ടിക്കുലർ സബ്ജക്റ്റിലാണോ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് they have to do a project management course, managing environmental projects, water treatment plants. That's also important. Impact assessment. There's a term called EIA. EIA means environment impact assessment. They have to do a lot of job. They have to assess the impacts, various impacts of the projects. That's called the impact assessment. Complaint and safety. Again, safety is a very thumb rule in water treatment plants, because there are a lot of electromechanical equipments. So safety is a complaints there. Ensuring operational safety, ensuring the safety on the sites. When they are working on the sites, they have to follow up the safety guidelines and compliances. Resource conservation, creating programs to conserve or manage natural resources, the inputs. Okay, so here I have only put the job descriptions to tell you what are the important job descriptions of only a very small amount of people. There are many, as I shown in you the organization chart. So I did not put all those the job description because of the time. I just wanted to show you how the people are, according to their educational qualification, how the people are trained on this based on these job descriptions. If you decided to choose your career in water treatment, there are some points. There are some obligations to the project. Okay.
And they have to stick on to this. For example, water treatment engineers, they should design, operate, and maintain the facilities. They ensure that the water is treated according to standards for consumption, industrial use, and environmental protection. So these are the commitments. Once the people are trained to work in treatment plants, water quality analysts, they have to monitor, they have to test, about the parameters so that it will be very safe for the purposes. As I mentioned earlier, water treatment specialist, they have to focus on especially the raw water. For example, if they wanted to create or put a treatment plant, then they have to focus on the raw water, the sewage water, or the industrial water. They have to understand many processes like activated sludge, sedimentation. What is sedimentation? Disinfection, very important in water treatment. So they have to have a commitment on this. Public health is in their hands. Something goes wrong with the water. ഇപ്പം എനിക്ക് നമ്മുടെ കേരളത്തിലാണെങ്കിലും കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിരുന്ന ഒരുപാട് വാട്ടർ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളൊക്കെ ഇപ്പം നാട്ടിൽ പരക്കുന്നുണ്ട്. So again, public health. Yeah, chemical engineers. Chemical engineers are the process guys in water treatment. Okay. I think ഈ കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർ ആക്ച്വലി വാട്ടർ ട്രീറ്റ്മെന്റ് ചെറിയ ബേസിക് സബ്ജക്റ്റിലും ടോപ്പിക്സും ഒക്കെ അവരുടെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു ഇൻഡസ്ട്രിയൽ സൈഡിൽ നോക്കുവാണെങ്കിൽ ഐ ഡോണ്ട് നോ, ഈവൻ ദി കെമിക്കൽ എഞ്ചിനീയേഴ്സ്, ദേ ആർ ഓൾ ലേണിംഗ് ദ ടെക്നിക്സ് when they are coming to the project or the field by experience, so or by training. Okay. And they work on, the chemical dosing is very also important. നമ്മൾ കാണുന്ന വെള്ളത്തിന്റെ പ്രോപ്പർട്ടി കൂടുതലും കെമിക്കൽ ട്രീറ്റ്മെന്റിൽ കൂടിയാണ്. മോസ്റ്റ്ലി there are many chemical treatment given to the water and wastewater industry. Finally, there are a good position in the business of water industry. Okay. നമ്മുടെ കുട്ടികളൊക്കെ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞിട്ടുള്ളവര് ചിലർക്ക് ഇപ്പോൾ MBAക്ക് പോകാറുണ്ട്. ഇറ്റ്സ് ആൻ അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആഫ്റ്റർ ദി എഞ്ചിനീയറിംഗ്. അവർക്ക് പറ്റിയൊരു ഇൻഡസ്ട്രിയും കൂടാണ് ഈ വാട്ടർ ഇൻഡസ്ട്രി. Business development and projects. Explore new opportunities for the growth in the water sector. Within brackets, I have written, some short forms. I don't know how many of you are familiar with this PPP, BOOT, DBOOT, EPC, O&M. I will tell you what is PPP. PPP എല്ലാവർക്കും അറിയായിരിക്കും. Public-private partnership. ഗവൺമെന്റ് സെക്ടറിൽ നിന്നും പ്രൈവറ്റ് സെക്ടറിലും കൂടെ ജോയിന്റ് ചെയ്തിട്ട് ചെയ്യുന്ന പ്രൊജക്റ്റുകൾക്കാണ് PPP എന്ന് പറയുന്നത്. ഇപ്പം മോസ്റ്റ്ലി നമ്മുടെ ഒരു ട്രെൻഡ് ഇങ്ങനെയുള്ള ഈ സർവീസസ്, എസ്പെഷ്യലി വാട്ടർ ട്രീറ്റ്മെന്റ്, ഇലക്ട്രിസിറ്റി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വേണമെങ്കിൽ ഒരു PPP പ്രൊജക്റ്റ് ആണെന്ന് പറയാം. ഗവൺമെന്റും ഉണ്ട്, അദാനിയും ഉണ്ടല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചെയ്തിട്ടാണ് അതിൻ്റെ ഇൻവെസ്റ്റ്മെന്റും ബാക്കിയുള്ള എല്ലാ ഓപ്പറേഷൻ അടക്കം. അദാനിക്കൊക്കെ എത്രയോ വർഷത്തേക്കുള്ള. അതുപോലെ തന്നെ ഈ വാട്ടർ ട്രീറ്റ്മെന്റ് ഇൻഡസ്ട്രിയിലുണ്ട്. വലിയ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഒക്കെ ഇറ്റ്സ് ഹൈലി കോസ്റ്റ് ആണ്. അപ്പൊ അത് കാരണം ഇപ്പൊ പല ഗവൺമെന്റുകളും ഇത് പ്രൈവറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല കൺട്രികളിലും. പണ്ടത്തെ കാലത്തൊക്കെ ആയിരുന്നു ഇത് ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്വമായിരുന്നു, ഇല്ല വെള്ളം. ഇപ്പൊ അങ്ങനെയല്ല, ഗവൺമെന്റ് ഉണ്ട്, അവർ പ്രൈവറ്റ് ഏജൻസീസിനെ കൊടുത്തിട്ട് ദേ ആർ ടെല്ലിങ് ഓക്കെ യു മേക്ക് ദിസ്, അങ്ങനെയുള്ള അതാണ് PPP. BOT എന്ന് കേട്ടിട്ടുണ്ട്, അതാണ് ബിൽഡ് ഓൺ ട്രാൻസ്ഫർ. ആക്ച്വലി അവർ തന്നെ ഒരു പ്രൈവറ്റ് കമ്പനി, അത് അഗെയിൻ ഇറ്റ്സ് എ പ്രൈവറ്റ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ്. ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. ആഫ്റ്റർ ഈ പ്രൈവറ്റ് സെക്ടറിലുള്ള ആൾക്കാർ തന്നെ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. they will operate it, they will own it, and they will transfer it after maybe 25 years or 30 years. They will hand over this project to the government. It is in a government asset then. അങ്ങനെ ഒരു these are all models of business developments, especially in the utilities.
ഡിബ്യൂട്ടും അതുപോലെ തന്നെ. ഡിബ്യൂട്ടിന് ഡിസൈൻ, ബിൽഡ്, ഓൺ, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ അങ്ങനത്തെ പ്രൊജക്ട്സുകളുണ്ട്. ഡിസൈൻ മുതൽ ഓപ്പറേഷൻ വരെ ഒറ്റ കമ്പനി ചെയ്യും. ദ ഗവൺമെന്റ് വിൽ സപ്പോർട്ട് ആൻഡ് ദെൻ ദേ വിൽ ഗെറ്റ് ദർ മണി ബൈ താരിഫ്. ദർ ആർ മെനി മെക്കാനിസം ടു ഗെറ്റ് ദ മണി ബാക്ക് ടു ദി പ്രൈവറ്റ് കമ്പനി. ദർ ആർ മെനി കമ്പനീസ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഇന്റർനാഷണൽ ലെവലിലുള്ള വിയോളിയ അതേമാതിരിയുള്ള കമ്പനികളൊക്കെ ദേ ഡു ദിസ്. ദേ ഹാവ് ദ ഫണ്ട്. Okay, they have the filthy fund with them, so they invest money and then slowly they will take it from the government. That's debut project. The next is EPC. EPC projects, there's only the construction part, engineering, procurement and construction. അങ്ങനെയുള്ള പ്രൊജക്ട്സുകളുണ്ട്. ആ കൺസ്ട്രക്ഷനോട് കൂടി ആ കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റി തീർന്നു. They don't do anything. They will design it, they will procure it, all the materials and the components they will procure it, and they do the construction. O&M means operation and maintenance. There are some companies, they are specialized in only operation and maintenance. There are big companies. Okay? Operation and maintenance is the key thing because നമ്മൾ ഈ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകളൊക്കെ അത് ഡിസൈൻ ചെയ്ത് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും അതിൻ്റെ പെർഫോമൻസ്. അഗെയിൻ ഇറ്റ് ഈസ് ബാക്ക് ടു ദ പീപ്പിൾ. ഇപ്പം ഈ പറയുന്ന ഇതിലെല്ലാം തന്നെയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. സോ ദാറ്റ്സ് വൈ ഐ പുട്ട് all this type of ബിസിനസ് മോഡൽസ്. ഇതിനകത്ത് അഡ്മിനിസ്ട്രേഷൻ ജോബ് ഉണ്ട്, ലീഗൽ പോയിന്റ്സ് ഉണ്ട്, എഞ്ചിനീയറിംഗ് പോയിന്റ്സ് ഉണ്ട്, ഇല്ലാത്ത പോയിന്റ്സ് എല്ലാ ടൈപ്പിലുള്ള ഫിനാൻസ് അടക്കം HR അടക്കമുള്ള ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെയുള്ള പ്രൊജക്ട്സിലൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അദാനി പ്രൊജക്ട് ചെയ്തപ്പോഴൊക്കെ എത്രയോ പേർക്ക് because of the project that many people got job. ഇനിയിപ്പോൾ അവിടെ വരാൻ പോകുന്നതേ ഉള്ളൂ. അദാനി പോർട്ടിൻ്റെ, വിഴിഞ്ഞം പോർട്ടിൻ്റെ ഒക്കെ സാധ്യതകൾ ആക്ച്വലി ഇറ്റ്സ് ഗോയിങ് ടു എ വെരി മേജർ ഷിഫ്റ്റ് ഇൻ ദ ഇന്ത്യൻ ഒരു കൺട്രി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് വരും ബിക്കോസ് ഓഫ് ദ പോർട്ട്. ഇറ്റ്സ് എ മദർഷിപ്പുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള വലിയ വലിയ പ്രൊജക്റ്റുകളൊക്കെ വരണം. നമ്മുടെ ഈ നാട്ടിലും ഇപ്പോൾ പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ ആണെങ്കിലും maybe in the coming years we have to depend on desalination projects. കാര്യം എവിടെ നോക്കിയാലും വെള്ളമുള്ള സ്ഥലമാണ്, പക്ഷെ നമുക്ക് കുടിക്കാനൊക്കെ ആയിട്ടുള്ള വെള്ളത്തിൻ്റെ ക്വാളിറ്റി ആണെങ്കിൽ നമ്മളിപ്പോഴും ബോട്ടിൽ വാട്ടർ, കുപ്പിവെള്ളം എന്നാണ് നമ്മുടെ നാട്ടിൽ ഓമന പേരിൽ അറിയപ്പെടുന്നത്, അത് വാങ്ങണം. വേറെ വെള്ളത്തിനൊന്നും ചാൻസ് ഇല്ല. ഓക്കെ, desalination is an option. The government of Kerala maybe they can think about it. Even in India government, they are making huge plan. Even for ചെന്നൈയിലുണ്ട്. For your information, തമിഴ്നാട്ടിൽ നമ്മളെക്കാളൊക്കെ far better ആണ് അവർ. They have many projects. അവർക്ക് ഇലക്ട്രിസിറ്റിക്ക് പ്രോജക്ട്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് വിൻഡ്, പിന്നെ അതുപോലെ വാട്ടർ. ചെന്നൈ കോർപ്പറേഷൻ തന്നെ 4 ഡീസാലിനേഷൻ പ്ലാന്റ് ഉണ്ട്. ഓക്കെ, സീ വാട്ടർ ഡീസാലിനേഷൻ. ദാറ്റ് ഈസ് ഓപ്പറേറ്റഡ് ബൈ VA-Tech Wabag. അവർ തന്നെ ഡിസൈൻ ചെയ്തതാണ്. ഒത്തിരി പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ പ്ലാന്റ് പണിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലും ഈ പറഞ്ഞ പോലെ ഈ ഡീസാലിനേഷൻ പ്ലാന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ജോലി കിട്ടും. വെള്ളം കുടിക്കുന്നതിനോടൊപ്പം തന്നെ പലരുടെ ജീവിതവും മെച്ചപ്പെടും, എക്സ്പീരിയൻസ് കിട്ടും. എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഗൾഫ് കൺട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ ട്രീറ്റ്മെൻറ്റ് അറിയാവുന്ന, അല്ല അതിൻ്റെ പ്രോസസ്സിനെ കുറിച്ചൊക്കെ അറിയാവുന്നവരുടെ പർദീസയാണ്. ദേ ഡോണ്ട് ഹാവ് ടു ലുക്ക് ബാക്ക്. Job is assured one by one. They can go up to any level. Country to country, maybe company to company, you will get good opportunities. Okay. അപ്പോൾ അതാണ് ഈ ബിസിനസ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം പറയാനുള്ള പ്രത്യേകിച്ച കാര്യം. പീപ്പിൾ, നമ്മുടെ കുട്ടികൾ ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് MBA ചെയ്തിട്ട് അതിന് ശേഷം ഇഫ് ദേ ക്യാൻ അപ്ലൈ ഓർ യു ക്യാൻ വർക്ക് ഫോർ സംതിങ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഇൻഡസ്ട്രി. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് നോളജ് ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു സബ്ജക്റ്റുമാണ്. പ്ലസ് ഈ നമുക്ക് എന്താണ് ബിസിനസ്, നമ്മുടെ എന്താണ് പ്രൊജക്ട് ബേസിലുള്ള ബിസിനസ് ഡെവലപ്മെൻ്റ് ഒക്കെ ഉള്ള പല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയും ചെയ്യും. ഓക്കെ, നൗ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ സെഷനിൽ എന്നോട് ചോദിക്കുകയുണ്ടായിരുന്നു, ഈ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെ ഉണ്ടെന്ന് എന്നോടൊരു 1-2 പേര് ചോദിക്കുന്നു. ഹൗ വി ക്യാൻ ട്രെയിൻ അവർ പീപ്പിൾ. നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൽ ഇത് പഠിപ്പിക്കുന്ന അധികം സ്ഥാപനങ്ങളൊന്നുമില്ല. ഒറ്റ സ്ഥാപനമേ ഉള്ളൂ, അതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്.
സ്കൂൾ ഓഫ് വാട്ടർ ടെക്നോളജി. ഓക്കെ, സ്വാറ്റ്. ഇത് ഗ്രീൻ മെത്തേഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് നമ്മുടെ കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഒരു നല്ല കമ്പനി ഉണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനീസ് ഈവൻ ഇന്ത്യയിലേക്കും ഉള്ള ഒരു ക്വാളിറ്റി ഉള്ള കമ്പനിയാണ് ഗ്രീൻ മെത്തേഡ്. അതിൻ്റെ 2 മാനേജിങ് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ദേ ആർ വെരി കമ്മിറ്റഡ് പീപ്പിൾ. ഈ വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും നന്നായിട്ട് അതിനെക്കുറിച്ചുള്ള എല്ലാ സാധ്യതകളൊക്കെ അറിയാവുന്നവരാണ് അതിൻ്റെ ഡയറക്ടേഴ്സ്. അവർ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. അതാണ് സ്കൂൾ ഓഫ് വാട്ടർ ടെക്നോളജി. ഇത് സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ വാട്ടർ ആൻഡ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, നല്ലപോലെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. അതിന് ഇനിഷ്യേറ്റീവ് ഓഫ് KASE. KASEയുടെ ഫുൾ ഫോം കേരള അക്കാഡമി ഫോർ സ്കിൽസ് എക്സലൻസ്. ഓക്കെ, ഇതൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസിയാണ് KASE. അവരോട് ചേർന്നിട്ട് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻ മെത്തേഡ് എഞ്ചിനീയറിങ്ങും KASEയും കൂടി ചേർന്നുകൊണ്ട് ഒരു നല്ല ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രീൻ മെത്തേഡ് എഞ്ചിനീയറിംഗിൽ നടത്തുന്നുണ്ട്. if my memory is correct, for the last 5 years they are doing this. It's a basic treatment course ആണ്, but everything is covered even for engineers. Okay, basically it's a water treatment operators course, but you will learn everything from there. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്നോട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചപ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു. ഐ വിൽ ഗെറ്റ് ദ ഡീറ്റെയിൽസ്. ഐ നോ ദിസ് പീപ്പിൾ. ഞാനിവിടെ എല്ലാ എൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും കോൺടാക്ട് പേഴ്സൺ അടക്കം ഞാൻ കൊടുത്തിട്ടുണ്ട്. റോയ് തോമസ് ആണ് അവിടുത്തെ ഓപ്പറേഷൻസ് മാനേജറാണ്. ഹീസ് എ സീനിയർ ഓപ്പറേഷൻസ് മാനേജർ. അണ്ടർ ഹിം ദർ ആർ ഡെഡിക്കേറ്റഡ് ടീച്ചേഴ്സ്, ക്വാളിഫൈഡ് ഡെഡിക്കേറ്റഡ് ടീച്ചേഴ്സ് ഉണ്ട്. വാട്ടർ ട്രീറ്റ്മെൻറ്റ്, വിഷ് വാട്ടർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നന്നായി അറിയാവുന്നവരാണ് അവിടെ ക്ലാസ് എടുക്കുന്നത്. ആർക്കെങ്കിലും അവിടെ പോയി നമ്മുടെ ബിടെക്കിന് ശേഷമോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ശേഷമോ അല്ലെങ്കിൽ അവിടെ കെമിസ്ട്രി ലാബിൽ തന്നെ പല കാര്യങ്ങളും പഠിക്കാം അവിടെ പോയിട്ടുണ്ടെങ്കിൽ. സോ എനിബഡി വാണ്ടഡ് ടു ലേൺ ദിസ് ആസ് ആൻ അഡീഷണൽ ക്വാളിഫിക്കേഷൻ. ഓക്കെ, ദിസ് ഈസ് ഓൺലി വൺ സ്കോർ അക്കോർഡിംഗ് ടു മൈ നോളജ്. ദിസ് ഓൺലി വൺ ഇൻസ്റ്റിറ്റ്യൂട്ട് സീരിയസ്ലി ടീച്ചിങ് അബൌട്ട് വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ചോദിച്ചിരുന്നു. ദിസ് ഈസ് അഡ്രസ്. ഇതിനകത്ത് അഡ്രസ്സ് എഴുതിയെടുക്കേണ്ടവർക്ക് ഞാൻ എഴുതിയെടുക്കാം. സോ ഐ വിൽ കീപ് ഇറ്റ് ഫോർ ഫ്യൂ സെക്കൻഡ്സ്. ദോസ് ഹു വാണ്ട് ടു റൈറ്റ് ഇറ്റ് ഡൗൺ, ദേ ക്യാൻ നോട്ട് ഡൗൺ ദി നമ്പർ, ദ നെയിം ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ ഡീറ്റെയിൽസ്. So thank you very much everyone for your kind patience. So these were the basics and some of the informations which I could collect for getting the information how we can get the opportunities in this beautiful industry called the water industry. So it's a right choice, and it's also commitment. It's a good job, you know. നമുക്ക് എന്താണ് ഈ ജലം എന്ന് പറഞ്ഞ അമൂല്യ സാധനത്തിൻ്റെ ഗുണങ്ങളും മറ്റുള്ളവർക്ക് വെള്ളം കൊടുക്കാനും വെള്ളം കുടിപ്പിക്കുക എന്ന് പറയുന്നത് അത് ശരിയല്ല. നമുക്ക് വെള്ളം കുടിപ്പിക്കേണ്ട, വെള്ളം കൊടുക്കുന്നത് പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇത് ആർക്കെങ്കിലും ഇതിൻ്റെ ഒരു തോന്നലുണ്ട് മക്കൾക്കോ അല്ലെങ്കിൽ വേറെ ആർക്കും ഇത് കേൾക്കുന്നോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ചൂസ് ആൻ ഇൻഡസ്ട്രി that will take you to a direction. You will have a good life, good career, good profession. Thank you very much. ആർക്കെങ്കിലും എന്തെങ്കിലും സാബു സാർ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇനി ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ യു ആർ വെൽക്കം. താങ്ക് യു വെരി മച്ച് വൺസ് അഗൈൻ ടു എവരിവൺ. താങ്ക് യു സാർ. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ അപ്രോച്ച്. തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടം തന്നെയാണ്. കാരണം എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് മാത്രമുള്ളൂ എന്നുള്ള തോന്നലിൽ ഉള്ള ഒരു കൾച്ചറിലേക്ക് നമ്മൾ മാറിപ്പോയി. അപ്പോൾ അതല്ലാതെ പ്രത്യേകിച്ച് കൺട്രോൾ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റില് വളരെയധികം ഓപ്പർച്യൂണിറ്റി, ഒരു കാലത്ത് അത് ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ടായിരുന്ന പോലെയൊക്കെ ഫീലിംഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം ഒന്ന് റീഷഫിൾഡായി. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ പല ഇൻഡസ്ട്രിയിലും സ്കിൽഡ് ആയിട്ടുള്ള വ്യക്തികളെ കിട്ടാൻ പറ്റാത്ത വിധം അത് ചുരുങ്ങി പോകും. ഒരുപക്ഷെ ഇതിനെ കുറിച്ചുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള അവയർനെസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ ജലം എന്ന് പറയുന്ന അല്ലെങ്കിൽ വാട്ടർ റിസോഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത ഒരു ഏരിയ അതായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ പ്രത്യേകിച്ച് വാട്ടർ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്റർനാഷണൽ വാട്ടർ ഇൻഡസ്ട്രിയാണ്.
കാരണം ഇന്ത്യയിൽ ആ ഒരു കോൺസെപ്റ്റ് ആയി വരുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. കാരണം ഇവിടെ വാട്ടറിനെ കുറിച്ചൊരു യാതൊരുവിധ എന്താ പറയുന്നത്, അതിന്റെ നെഗറ്റീവ് സഫീഷ്യന്റ് ആണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം തന്നെ, അല്ലെങ്കിൽ ഈ വർഷം തന്നെ ഒരു മാസക്കാലം മാത്രമേ ഒരു വാട്ടർ സ്കേഴ്സിറ്റി ഉള്ള ഒരു ടൈമായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. ബാക്കിയുള്ള സമയത്തൊക്കെ സഫീഷ്യന്റ് ആണ്. ഇപ്പൊ വെള്ളത്തിന്റെ ഈ പറയുന്ന പോലെ നെഗറ്റിവിറ്റി പോലും പലപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമുക്ക് കടന്നു പോകും. പക്ഷെ ഇതിന്റെ ഈ ഇൻഡസ്ട്രിയൽ വാല്യൂ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേകതയുള്ളതാണെന്ന് തീർച്ചയായിട്ടും സാറിന്റെ ഈ ടോക്കിലൂടെ അത് വളരെ ബ്രോഡായിട്ട് നമ്മളൊരു വിദേശ രാജ്യത്ത് ചെന്ന് നിൽക്കുമ്പോൾ കാണുന്ന രീതിയിലുള്ള പിക്ചറൈസേഷനിലാണ് നമ്മളതെല്ലാം കണ്ടത്. സോ ഇറ്റ്സ് റിയലി എ വണ്ടർഫുൾ ടോക്ക്. താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഷെയർ ചെയ്യാനോ എന്തെങ്കിലും ആഡ് ചെയ്യാനോ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക്. സാബു സാർ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ സയന്റിസ്റ്റ് ആയിരുന്നു. ചന്ദ്രശേഖർ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ദുബായ് പോർട്ടിലെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത ആളാണ്. ചന്ദ്രശേഖർ, പ്ലീസ് ഇഫ് യു ക്യാൻ ജസ്റ്റ് സ്വിച്ച് ഓൺ യുവർ വീഡിയോ ആൻഡ് ഹാവ് എ ഫ്യൂ വേർഡ്സ് ഫോർ ഓൾ ഓഫ് us, it will be a great thing. ചന്ദ്രശേഖർ. ചന്ദ്രശേഖർ സാർ പ്ലീസ് അൺമ്യൂട്ട്. കേൾക്കുന്നില്ല. Anybody else? Anybody else? Yes. George sir, Ajita. Okay, Roy sir, you can start. ഈ വാട്ടർ ഫ്ലോക്കുലേഷൻ എന്ന് പറയുന്നത് എന്തുവാ സാർ ഉദ്ദേശിക്കുന്നത്? മീൻസ് സാർ, വാട്ടർ ഫ്ലോക്കുലേഷൻ വാട്ടർ ട്രീറ്റ്മെന്റിലെ ഒരു പ്രോസസ്സാണ്. അത് നമ്മുടെ ഈ സെഡിമെന്റ്സ് ഉണ്ടല്ലോ, സെഡിമെന്റ്സ് മാറ്റാൻ വിട്ട അത് നമ്മുടെ അത് ഫ്ലോക്സ് എന്ന് പറഞ്ഞാൽ, അത് ഫ്ലോക്സ് ആഡ് ചെയ്തിട്ട് ഫ്ലോക്കുലൻസ് ഒരു കെമിക്കലാണ്. അത് ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ സാർ, ഇത് ബൈൻഡ് ആവും. ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് എല്ലാം കൂടെ ചേർന്ന് അത് ഒന്നിച്ചായിട്ട് അതൊരു വെയിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് സെറ്റിലാകും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്, അതാണ് ഫ്ലോക്കുലേഷൻ പ്രോസസ്. ഓക്കെ, അപ്പൊ സെറ്റിലായി കഴിഞ്ഞാൽ എഗെയിൻ ആ സെറ്റിലാവുന്ന സെഡിമെന്റ്സ് നമ്മുടെ അറിയാമല്ലോ താഴെ പോകും, മേലെ നമുക്ക് ക്ലിയർ വാട്ടർ കോളം കിട്ടും. അപ്പം ഈ സെറ്റിലിംഗ് എന്നും പറയാം സാറേ. സെറ്റിലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ഫ്ലോക്കുലേഷൻ. അതിന് ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട്. ഇതിന്റെ ഉദ്ദേശം ഇതാണ് റോയ് സാർ, നമ്മൾ ഇതിനകത്ത് ഇരിക്കുന്ന എസ്പെഷ്യലി നമ്മുടെ ടെർബിഡിറ്റി എന്നൊക്കെ പറയുന്നത് സാർ, ബിക്കോസ് ഓഫ് ദ മഡ് അല്ലെങ്കിൽ അതിനെ സസ്പെൻഡഡ് മാറ്റേഴ്സ് എന്ന് നമുക്ക് കെമിക്കലിയോ അല്ലെങ്കിൽ ടെക്നിക്കലിയോ പറയാം. അപ്പൊ ആ സസ്പെൻഡഡ് മാറ്റേഴ്സിനെ വെള്ളത്തിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് ഫ്ലോക്കുലേഷൻ. ചെറിയ ചെറിയ പാർട്ടിക്കിൾസിനെ എല്ലാം കൂടെ ബൈൻഡ് ചെയ്തതിനു ശേഷം ഇറ്റ് വിൽ ഗെറ്റ് എ ഗ്രാവിറ്റി, ദെൻ ഇറ്റ് വിൽ സെറ്റിൽ ഡൗൺ, യു വിൽ ഗെറ്റ് ക്ലിയർ വാട്ടർ ഓൺ ദ ടോപ്പ് ഓഫ് ദി വാട്ടർ കോളം. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് സാറേ ഫ്ലോക്കുലേഷൻ പ്രോസസ്. ഫിൽട്ടർ ചെയ്യുന്നതിന് പറ്റുന്ന രീതിയിലുള്ള പല ഉപകരണങ്ങളും പല കമ്പനികളും ഉണ്ടാക്കി മാർക്കറ്റിൽ ഇപ്പൊ അവൈലബിൾ ആക്കുന്നുണ്ട്. ടാങ്കിൽ നിന്ന് വരുന്നിടത്തും ഒക്കെ അതൊക്കെ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സെക്ഷനിൽ നിന്ന് ഉണ്ടാക്കുന്നതാണോ അതെയോ വേറെ കമ്പനികളാണോ? റോയ് സാർ ഉദ്ദേശിച്ച് നമ്മുടെ വീടുകളിൽ വാങ്ങിക്കുന്ന പിന്നെ ഡൊമസ്റ്റിക് വാട്ടർ പ്യൂരിഫയേഴ്സിന്റെ കാര്യമാണോ സാർ പറഞ്ഞത്? അല്ല സാർ, അല്ല, വലിയ വാട്ടർ ടാങ്കിൽ നിന്നും മെയിൻലി വെച്ച് വെള്ളം ഫിൽട്ടർ ചെയ്തെടുക്കുന്ന ചില സംവിധാനങ്ങളുണ്ടല്ലോ ഓപ്പൺ മാർക്കറ്റ്. ഉണ്ട് സാർ, അതുണ്ട്. അതെങ്ങനെ ഈ അരിച്ചെടുക്കുന്ന ഉള്ളോ അതേ എന്തെങ്കിലും വേറെ അതിനകത്ത് കുഴപ്പമുണ്ടോ? അതിനകത്തുണ്ട് സാർ. ഒന്നാമത് നമ്മൾ ഈ വാട്ടർ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന പ്രീ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതാണ് ഈ ഫിൽറ്റേഴ്സ് സാർ. പ്രീ ട്രീറ്റ്മെന്റ് അത് ഫിൽട്രേഷൻ മുന്നേ വരുന്നതാണ്. അതിനകത്ത് ഉപയോഗിക്കുന്ന നമ്മുടെ സാൻഡ് ഉപയോഗിക്കുന്നുണ്ട്. പ്രഷറൈസ്ഡ് സാൻഡ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് സാൻഡ് ഉണ്ട്. ആക്ടിവേറ്റഡ് കാർബൺ എന്ന് പറഞ്ഞിട്ട് വേറൊരു കാർബണുണ്ട്. ഇതെല്ലാം അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ സെഡിമെന്റ് പാർട്ടുകൾ അല്ലെങ്കിൽ സസ്പെൻഡഡ് മാറ്റേഴ്സിനെ കുറയ്ക്കാനാണ് സാർ. അപ്പൊ അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ വെള്ളത്തിന്റെ ഒരു സെക്ഷനായി പ്രീ ട്രീറ്റ്മെന്റ് ആണ്. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ട്രീറ്റ്മെന്റിലേക്ക് ഫിൽട്രേഷൻ പ്രോസസ്സിലേക്ക് പോകുന്നത്. അപ്പൊ ഈ ഫിൽട്രേഷൻ പ്രോസസ്സ്, അതായത് നമ്മുടെ റിവേഴ്സ് ഓസ്മോസിസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഫിൽട്രേഷൻ മെത്തേഡ്സ് ഉണ്ട് റോയ് സാറേ. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഈ ഡിസിൻഫെക്ഷൻ, അതായത് അണുനശീകരണത്തിന് വേണ്ടിയിട്ട് ക്ലോറിൻ ഡോസിങ് അല്ലെങ്കിൽ UV ട്രീറ്റ്മെന്റ്, ഓസോൺ ട്രീറ്റ്മെന്റ്, ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പം ഈ പറഞ്ഞ സാറ് പറഞ്ഞല്ല ഒരു 2-3 ഘട്ടത്തിലുള്ള ട്രീറ്റ്മെന്റ് പ്രോസസ്സുകളാണ്. അതാണ് അതിന്റെ പ്രീ ട്രീറ്റ്മെന്റ്. ഞാൻ എൻ്റെ നേരത്തെ ആ സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട്. അതാണ് പ്രീ ട്രീറ്റ്മെന്റ്. പിന്നാണ് ഇതെല്ലാം വന്നതിന് ശേഷം 2-3 സ്റ്റേജിലുള്ള പ്രോസസ്സ് കഴിയുമ്പോൾ ഏറ്റവും ലാസ്റ്റിലുള്ള നമ്മുടെ
ഈ ഡിസിൻഫെക്ഷൻ ചെയ്യുന്നത്, നമ്മുടെ അണുനശീകരണം, ബാക്ടീരിയ, നമ്മുടെ ഫീക്കൽ കോളിഫോം, ടോട്ടൽ കോളിഫോം, ഈക്കോളൈ എന്നൊക്കെ പറയുന്നതിന് വേണ്ടി അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. അപ്പോൾ ഈ സാറ് പറഞ്ഞതെല്ലാം ഈ പറയുന്നതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സെക്ഷനാണ്. അത് മസ്റ്റായിട്ട് വേണം. കാര്യം നമ്മുടെ ഈ നദികളിലൊക്കെ പോകുന്ന വെള്ളത്തിലൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ കലക്കൽ വെള്ളമുണ്ടല്ലോ സാർ, അതൊരു വലിയ പ്രശ്നമാണ്. അത് മഡ് ഒരുപാടുണ്ട്. അപ്പോൾ അതിനെയൊന്നും മാറ്റണമെങ്കിൽ ഈ പറയുന്ന പ്രീ ട്രീറ്റ്മെൻറ്റ് കൂടെ കയറ്റി വിട്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ വെള്ളത്തിനൊരു ക്ലാരിറ്റി കിട്ടുള്ളൂ. അതാണ് ടെർബിഡിറ്റി എന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ടെക്നിക്കൽ ടേം അതാണ് സാർ. അല്ല സാറേ, ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പൊതുവേ വാട്ടർ അതോറിറ്റി ഒക്കെ ചെയ്യുന്നത് ഈ ബ്ലീച്ചിങ് പൗഡറുകളൊക്കെ വീട്ടിലെത്തിച്ച് കിണറ്റിലിടാനൊക്കെ പറയുന്നതാണ്. അല്ലാതുള്ള പ്രോസസ്സ് ഒക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള ഏജൻസികളൊക്കെ പല സൈസ് സാധനങ്ങൾ ഇതുപോലെ കൊണ്ടുവരുന്നുണ്ട്. ഈ കിണറ്റിലെ വെള്ളം ഇങ്ങനെ കളർ മാറി കിടക്കുന്നു, അത് ഫിൽറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് എന്തുമാത്രം ഫെയ്ത്ത്ഫുൾ ആണെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് പലരും. സാർ അത് ഫീസിബിൾ ആണ് സാർ, റോയ് സാർ. അത് അതിൻ്റെ മെയിനായിട്ട് ഞാൻ കഴിഞ്ഞ നമ്മുടെ സെഷനിൽ പറഞ്ഞു സാർ, അതിനകത്ത് നമ്മുടെ കിണറ്റിലെ വെള്ളമാണെങ്കിൽ അതിനകത്ത് മെയിനായിട്ട് ചെയ്യേണ്ടത് സാർ, ഒരു സാമ്പിൾ എടുത്തിട്ട് ഒരു ലബോറട്ടറി അനാലിസിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വാട്ടർ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ ട്രീറ്റ്മെന്റ് സിസ്റ്റം വേണമെന്ന്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ ടെർബിഡിറ്റി അല്ലെ സസ്പെൻഡഡ് മാറ്റേഴ്സ് കൂടുതലാണെങ്കിലുണ്ടല്ലോ, ഈ ഫിൽറ്ററിൽ കൂടെ ഒന്ന് കയറ്റി ഇറക്കി കഴിഞ്ഞാൽ അതിനെ അഡ്രസ് ചെയ്തു. അതിനകത്ത് ഇപ്പോൾ ഫീക്കൽ കോളിഫോം pH വാല്യൂ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അതിനകത്ത്. pH വാല്യൂ, അതിന്റെ കുറേ പാരാമീറ്റർ, വാട്ടർ ടെസ്റ്റ് ചെയ്യാനുള്ള മിനിമം കുറേയുള്ള പാരാമീറ്റേഴ്സ് ലിസ്റ്റ് ഉണ്ട്. അത് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിണറ്റിലെ വെള്ളത്തിന്റെ ക്വാളിറ്റി അറിയാം. അതനുസരിച്ചൊരു സിസ്റ്റം ഉണ്ടാക്കുന്നതായിരിക്കും സാർ നല്ലത്. അങ്ങനെ ചെയ്യുന്ന നല്ല രീതിയിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ഗ്രീൻ മെത്തേഡ് എഞ്ചിനീയറിങ് നല്ലൊരു 20-25 വർഷമായി അത് കളമശ്ശേരിയിൽ തുടങ്ങിയിട്ട്. അവരെ ഒരുപാട് പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ട് പല പല ഫ്ലാറ്റുകൾക്ക്. പക്ഷെ ഇപ്പോൾ അവർ നമ്മുടെ ഈ സെൻട്രൽ ഗവൺമെൻറ് ഒക്കെ പോലും പ്രൊജക്ട്സുകൾ ചെയ്യുന്ന വലിയ വലിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലൊരു വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ട്, വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ട്. അത് ഡിസൈൻ ചെയ്ത് ഈ സാറേ നെടുമ്പാശ്ശേരിലെ ഒരു വലിയ പ്രശ്നമായിരുന്നു, അറിയാമല്ലോ, അവിടുത്തെ എയർപോർട്ടിൻ്റെ സ്ഥലമെടുപ്പിനൊക്കെ ആയിട്ടൊക്കെ. ആ സമയത്ത് ഈ എയർപോർട്ടിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഈ വേസ്റ്റ് വാട്ടർ എങ്ങനെ ട്രീറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡൊക്കെ ഇടപെട്ടായിരുന്നു റോയ് സാർ. അവർ പിന്നെ നിർദ്ദേശിച്ച കമ്പനിയാണ് ഇത്. അപ്പോൾ അങ്ങനെയാണ് അവിടെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഒക്കെ വന്നത്. ഞാൻ ആ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കമ്മീഷനിങ്ങൊക്കെ ഞാനുണ്ടായിരുന്നു. ഗ്രീൻ മെത്തേഡ് എഞ്ചിനീയറിംഗിലെ ഓപ്പറേഷൻസ് മാനേജർ ആയിരുന്നു ആ സമയത്ത്. സോ ഐ ഓൾസോ ഗോട്ട് എ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് ദം. അവിടെ നരേന്ദ്രൻ സാറ്, ഡേവിഡ് സാർ എന്നൊക്കെ പറഞ്ഞ 2 ഡയറക്ടേഴ്സ് ഉണ്ട്. ദേ ആർ വെൽ നോൺ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്രൊഫഷണൽസ്. അവരാണ് അതിൻ്റെ സാരഥികൾ സാർ. അല്ല, ഇപ്പൊ പൊതുവെ ഇവിടെയൊക്കെ എന്ന് പറയുന്നത്, ഇപ്പൊ വീഗാഡാണ്ട് തുടങ്ങിയ സമയത്തൊക്കെ അയൽവക്കത്തുള്ളവർക്കൊക്കെ ഭയങ്കര പരാതിയായിരുന്നു, അവിടുത്തെ വെള്ളങ്ങളൊക്കെ നമ്മുടെ കിണറ്റുകളിൽ പോകുന്നൊക്കെ പറഞ്ഞു, ട്രീറ്റ്മെന്റിന്റെ കാര്യം. അപ്പൊ ചുമ്മാ ഇങ്ങനെ ലേമാനെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ അതെന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടുന്നു പൊതുവെ ചെയ്യുന്നത്. അപ്പൊ ഏതായാലും സാറേ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഉള്ളൂ, ഇതൊക്കെ ഇങ്ങനെ നല്ല വെള്ളം കുടിക്കണം എന്നേ ഉള്ളൂ. ഇപ്പൊ കുപ്പി കിട്ടുന്ന വെള്ളമേ ശരി നല്ലതുള്ളൂ എന്ന് ധരിക്കുന്ന രീതിയിലാണ് ആൾക്കാരുടെയൊക്കെ പോക്ക്. അപ്പൊ ജസ്റ്റ് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ആർക്കും അറിയണമെന്നുമില്ല, ഇങ്ങനെ അങ്ങ് പോകുന്നേ ഉള്ളൂ. പക്ഷേ സാറിന്റെ ഈ പറയുന്ന ഇതുകൊണ്ട് ഒത്തിരി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ വെള്ളത്തിന് വലിയ ക്ഷാമോ നല്ല വെള്ളത്തിന് ക്ഷാമമൊന്നും ഇല്ലാന്നുള്ളത് കൊണ്ട് ആരും അതിനെക്കുറിച്ച് ഇതുമല്ല. അപ്പൊ ഗൾഫ് കൺട്രീസിൽ നിന്നൊക്കെ വരുമ്പോൾ വളരെയധികം ഇതറിയാനുണ്ട്. എൻ്റെ മകൻ ഇവിടെ ഷാർജയില് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റിയിലായിരുന്നു, അവിടെ ആയിരുന്നു പുള്ളി. അപ്പൊ അതൊക്കെ പുള്ളി ഞാൻ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ഇതുകൊണ്ടോ. എനിവേ, ഇത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. അത് തന്നെയല്ല, ഒരു സാധാരണക്കാരന് അതിന് വലിയ താല്പര്യങ്ങളും ഇല്ലെങ്കിലും ഇത് വളരെ താല്പര്യം ജനിപ്പിക്കുന്ന ഒരു വിഷയമാണെന്നുള്ള വിവരം മനസ്സിലാക്കി എടുക്കുന്നതിന് സാറിന്റെ ക്ലാസ് വളരെ ഉപകരിച്ചു. ഓക്കെ, ഇത്രയും മാത്രം സാറിന് എങ്ങൊന്നും കിട്ടില്ല വിവരങ്ങളൊക്കെ. ഇപ്പൊ ഈ സാറ് പറഞ്ഞ ഈ സ്വാറ്റിന്റെ കാര്യങ്ങള്, KSCയുടെ ഇതൊക്കെ ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്. സാർ പറഞ്ഞല്ലോ ഇവിടെ ഇങ്ങനെ ഒരു സ്കൂൾ ഓഫ് വാട്ടർ ടെക്നോളജി എന്ന് പറഞ്ഞ് അത് കൊണ്ടെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കാര്യം ഇവിടെയൊക്കെ ആണെന്ന് എന്താണ് നമ്മുടെ ശ്രദ്ധയിലെന്ന് വന്നിട്ടുണ്ട്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ റോയ് സാർ, താങ്ക് യു. മറ്റാർക്കെങ്കിലും
മനോജ് കുമാർ സാർ. പറയൂ സാർ. ആരോ അല്ല, അപ്പുറത്താരോ ജോർജ് സാർ. സംസാരിക്കുന്നു. ജോബി സാർ ആയിക്കോട്ടെ. ജോബി സാറാണോ? പറയൂ സാർ. ജോബി സാർ. ജോബി സാർ ഉണ്ടോ ഇതിൻ്റെ അകത്ത്? ജോഷി ആരാ? ജോഷി സാറാണോ? പറയൂ സാർ. ജോഷി സാറാണോ പറഞ്ഞത്? ജോഷി സാറാണ്. സാറ് സംസാരിച്ചു. റോയ് സാറ് പറഞ്ഞ നിർത്തിയിടം, ഈ വെള്ളം ഇത്രമാത്രം ഗൗരവമുള്ള, പ്രത്യേകിച്ച് കുടിവെള്ളം ആണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ, നമുക്ക് വെള്ളം വളരെ അമൂല്യമാണെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നതും നമ്മളുമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ അവതരണം ശരിക്കും വളരെ പ്രൗഢമായിരുന്നു എന്ന് പറയട്ടെ. ഇത് എനിക്ക് തോന്നുന്നു ഇതിന്റെ ഈ തൊഴിലുമായി ബന്ധപ്പെട്ട മേഖല, ഇവിടെ ഇരിക്കുന്ന നമ്മൾ, ഈ ഇരിക്കുന്ന ഈ 10-11 പേർക്ക് അപ്പുറത്ത് വാസ്തവത്തിൽ ഇത് വല്ല ഈ പോളിടെക്നിക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവിടെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രമീകരിക്കുന്നതാണ് വാസ്തവത്തിൽ ഇത്തരമുള്ള അറിവ്. സാർ ഇതിൻ്റെ അകത്ത് ഈ വെള്ളത്തെക്കുറിച്ച് മാത്രമല്ല, എങ്ങനെയാണ് ഒരു തൊഴിൽ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വരെയുള്ള കാര്യങ്ങൾ ആനുഷംഗികമായി ഇതിൻ്റെയൊക്കെ ഇടവഴി പറഞ്ഞു പോവുകയുണ്ടായി. വളരെ പ്രൗഢമായിരുന്നു എന്ന് പറയട്ടെ. റോയ് സാറ് ചോദിച്ച ഫ്ലക്കുലേഷൻ ആണെന്ന് തോന്നുന്നു. നമ്മളിവിടെ നേരത്തെ ചെയ്തിട്ടുള്ള ആലം, വെറുതെ ആലമിട്ട് വെള്ളത്തെ തെളിയിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പിന്നെ ഈ അടുത്ത കാലത്ത് ഈ മുഹമ്മയിലുള്ള ഒരു കൃഷി പ്രകൃതി സ്നേഹിയായ ദയാൽ സാറ്, അത് അദ്ദേഹം തന്നെ വികസിപ്പിച്ചെടുത്താണെന്ന് അറിഞ്ഞുകൂടാ, ഈ കടൽ കക്കയുടെ ഷെല്ല് നീറ്റുകയല്ല, നമ്മൾ നീറ്റുകക്കയാണല്ലോ ഇടുന്നത്, ഇത് നീറ്റില്ല, കടൽ കക്ക ചുമ്മാ പൊടിച്ചിട്ട് 5 കിലോ 3 കിലോ ബാഗിലാക്കി ചുമ്മാ കിണറ്റിലിട്ടാൽ അത് ഭയങ്കര ഗുണകരമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അവതരണം അടുത്തിടെ കാണുകയുണ്ടായി. എന്തായാലും കൊള്ളാം. ഇതിന്റെ ശാസ്ത്രീയമായിട്ടുള്ളതും അല്ലാത്തതുമായ ഇങ്ങനത്തെ സങ്കേതങ്ങൾ വേറെയൊക്കെ ഇപ്പൊ യൂട്യൂബേഴ്സ് ഏതാണ്ടൊക്കെ ഇപ്പം കിണൽ വെള്ളം ശുദ്ധീകരിക്കാമെന്നൊക്കെ പറഞ്ഞ് പലത് കാണുന്നുണ്ട്. എന്തായാലും ഇതിന് ഇത്രയേറെ ഒരു ഡെപ്ത് ഉള്ള ഒരു മേഖലയാണ്. പുതിയ കുട്ടികൾക്ക് പഠിക്കാനും പഠിച്ചാൽ തൊഴിൽ കിട്ടാനും വലിയ സാധ്യതയുണ്ട് എന്ന് തെളിയിക്കുകയുണ്ടായി. വെള്ളമാണ് ഈ കാലഘട്ടത്തിലെ മറ്റൊരു പ്രശ്നമെന്നോ കഥാപാത്രമെന്നോ പറയാം. രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ വെള്ളമുണ്ട്, രാജ്യത്തിന് ഉള്ളിലുള്ള പ്രശ്നങ്ങളിൽ വെള്ളമുണ്ട്. വെള്ളം ഇപ്പോൾ വലിയൊരു കച്ചവട വസ്തുവായിട്ടുണ്ട് കടകളില്. ഇനി കേരള ഗവൺമെന്റ് പിടിച്ചു നിൽക്കുന്നത് ഒരുതരം വെള്ളം വിറ്റിട്ടാണ്. ഇങ്ങനെ പലതരം രീതിയില് നമ്മുടെ ഈ വെള്ളം വലിയൊരു പ്രാധാന്യമുള്ള സംഗതി തന്നെയാണ്. തമാശയായിട്ടും അല്ലാതെയും ഗൗരവമായിട്ടും ഒക്കെ നമുക്കതിനെ കാണാൻ സാധിക്കും. മനോജ് സാറിന്റെ ഈ വേരിയസ് മേഖലയിലുള്ള വിദേശത്തും സ്വദേശത്തും ഒക്കെയുള്ള വൻകിട കമ്പനികളിൽ പ്രവർത്തിച്ചുള്ള അനുഭവ സമ്പത്തും എല്ലാം കൂടി ആകുമ്പോൾ ഇതൊരു നിസ്സാരമായ 7 മണിയുടെ ഫ്രീ വെബിനാറിൽ ഒതുങ്ങുന്ന ഒന്നല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കുറെ കൂടെ കുട്ടികൾ കേട്ടിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഞാനോ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അവരുടെ മക്കളോട് പോലും വിളിച്ചിരുത്തി ഇതെന്ന് പറയാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ കേൾക്കാൻ ഇരുന്ന് തന്നെന്ന് വരികയില്ല. അപ്പൊ അതിന് പറ്റിയ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ എൻ്റെ മകനെ ഉൾപ്പെടെ ഉദ്ദേശിച്ചാണ് പറയുന്നത്, ഒരുപക്ക പോളിടെക്നിക്ക് കഴിഞ്ഞ് നിൽക്കുന്നു, അപ്പൊ അങ്ങനെ ഒരു കോഴ്സിന് പോകുന്നു, ഒരിടത്ത് ജോലി കിട്ടുന്നു, പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതൊന്ന് മനസ്സിലാക്കി ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവിധ ഭാവങ്ങളും. നന്ദി. സന്തോഷം. താങ്ക് യു ജോഷ് സാറ്. സാർ പറഞ്ഞ നല്ല വാൾക്കൊക്കെ താങ്ക് യു. സാറ് പറഞ്ഞ ആലം എന്ന് പറഞ്ഞത് കറക്റ്റാണ്. അത് വാട്ടർ ട്രീറ്റ്മെന്റിൽ ഉപയോഗിക്കുന്ന അലൂമിനിയം സൾഫേറ്റ് ഈ പറഞ്ഞ ഫ്ലോക്കുലേഷന് വേണ്ടിയിട്ടും സെറ്റിലിങ്ങിന് വേണ്ടിയിട്ടും ക്ലാരിറ്റിക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ്. നല്ല ട്രീറ്റ്മെന്റ് ആണ്. സാറ് പറഞ്ഞ മറ്റേ കാര്യവും ഞാനിപ്പം മറ്റേ കക്ക പൊടിച്ചിട്ട് അതും ഒരു ഫിൽട്രേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ശാസ്ത്രീയമായ വശങ്ങളുണ്ട്. അതും നല്ലൊരു മെത്തേഡാണ്. അതിൽ കൂടെ വെള്ളം പാസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചൊരു ഫിൽട്രേഷൻ മെത്തേഡ് ഉണ്ടെന്നുള്ളത് അത് എന്താണ് സാർ ലളിതമായി ശാസ്ത്രീയമായിട്ട് അത് ചെയ്യുന്ന കാര്യത്തിൽ അതിനൊരു ഗുണമുണ്ടല്ലോ. അപ്പോൾ അതൊരു വാട്ടർ ട്രീറ്റ്മെന്റ് തന്നെയാണ്. അതേ നമുക്ക് ഇനി എന്തെങ്കിലും അതിന് മോഡിഫിക്കേഷനോ മറ്റുള്ള തരത്തിൽ എന്തെങ്കിലും വേണമെങ്കിൽ വെച്ചാൽ അതും ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ അറിവിൽ കൂടി ഇങ്ങനെ അറിഞ്ഞ കാര്യവും
പിന്നെ അതൊന്ന് മറ്റുള്ളവരും കൂടെ എത്തിക്കണം എന്നുള്ളൊരു വേദി. അവന് സാബു സാറിന് താങ്ക് യു പറയണം. നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന കുറച്ച് പേര് അത് വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടെന്നും അതിൻ്റെ ഒരു സീരിയസ്നെസ്സോടുകൂടി എനിക്ക് ഇപ്പം ഈ സാറിൻ്റെ യൂട്യൂബിൽ നിന്നൊക്കെ അല്ലാണ്ട് എനിക്ക് കൊളുകൊളുവിലും വരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ കാരണക്കാരൻ ആയ നമ്മുടെ സാബു സാറിനാണ് ആദ്യം താങ്ക് യു പറയേണ്ടത്. ഇനിയും സാറ് പറഞ്ഞ ഒരു കാര്യത്തിൽ ഇനിയും നാട്ടിൽ വരുന്ന അവസരത്തിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അടുത്തൊരു ഒരു രണ്ടാമത്തെ ഒരു നടപടി എന്നുള്ള രീതിയിൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കുട്ടികൾക്കിടയിലോ നമ്മുടെ കമ്മ്യൂണിറ്റിക്കിടയിലോ ഇങ്ങനെയുള്ള ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ സമയം അതിന് വേണ്ടത് തീർച്ചയായിട്ടും അത് ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ. നമ്മുടെ നാടിനും കമ്മ്യൂണിറ്റിക്കും ഒക്കെ ഉണ്ടാകുന്ന അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും കൂടെ കൂട്ടായിട്ടുള്ള ശ്രമത്തിൽ ഞാനൊരു പങ്കാളിയായിരിക്കും സാർ. താങ്ക് യു വെരി മച്ച്. സാറേ, ഞാൻ ഈ കോട്ടയം പോളിടെക്നിക്കിലെ ഗവൺമെന്റ് പോളിടെക്നിക്കിലെ ഒരു സാറുണ്ട്. പുള്ളിക്ക് ഒരു നല്ലൊരു സാമൂഹിക പ്രതിബദ്ധതയും കൂടിയുള്ള പിള്ളേർ നന്നാകണമെന്നും നാട് നന്നാകണമെന്നും ഇൻസ്റ്റിറ്റ്യൂഷൻ നന്നാകണമെന്നും ഒക്കെ ആഗ്രഹമുള്ള ഒരു നല്ല മനുഷ്യരാണ്, ഒരു ലോഡ്സൺ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്യാം. ഏതെങ്കിലും സാഹചര്യത്തിൽ അവിടെ എപ്പോഴെങ്കിലും അവിടെ ഒരു സെമിനാർ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കുട്ടികളാണ് ഇത് കേൾക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അവരിലാണ് യഥാർത്ഥത്തിൽ ഈ തൊഴിൽപരമായിട്ട് തന്നെ അവർ കേൾക്കട്ടെ, അതിൻ്റെ ആ സാധ്യതയും ഇതിൻ്റെ ആ വേരിയസ് ആയിട്ടുള്ള സാധ്യതകൾ എല്ലാവരും ഒന്നും ഞാനൊന്ന് പറയുന്നതിന് വിരോധമില്ലല്ലോ. തീർച്ചയായിട്ടും ഇല്ല സാർ, തീർച്ചയായിട്ടും ഇല്ല. സാർ പറയൂ. നമുക്ക് അതിനുള്ള സാഹചര്യം വരുമ്പോൾ നമുക്ക് അവിടെ പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കാനുള്ള ഒരു പ്രോഗ്രാം, ഒരു ഇൻഡസ്ട്രിയൽ പ്രോഗ്രാം പോലെ നമുക്കത് ചെയ്യാം. സാർ വരുന്ന സമയത്ത് നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, ആയിക്കോട്ടെ സാർ. സാബു സാറുണ്ടല്ലോ, സാബു സാറുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാത്തിനും ഒരു നടപടി സാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട്. ജോർജ് സാർ എന്തോ പറഞ്ഞായിരുന്നു. ജോർജ് സാറ് ഇന്ന് ആണ്ടുപുലരിയാണ്, നൂറ്റാണ്ടിന്റെ പിറവിയാണ്. നല്ല ദിവസം സാറ് തന്നത് എന്താ, ജീവൻ നിലനിർത്താൻ ഉള്ള വെള്ളം, പക്ഷെ അതിന്റെ ശുദ്ധീകരണം, തൊഴിൽ സാധ്യത, അനന്തമായ തൊഴിൽ സാധ്യത. ITIക്കാർക്ക് ഒന്നും വേറെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവർക്കും സാധ്യതയുണ്ട്. ITI, ഡിപ്ലോമ, എഞ്ചിനീയറിങ്, ഏത് രംഗത്തുള്ളവർക്കും നിങ്ങൾ ഇതുകൂടി ഒന്ന് അറിഞ്ഞാൽ വളരെ സാധ്യത എന്ന് പറഞ്ഞു വരുന്ന ഒരു വലിയ കണ്ണു തുറക്കാനുള്ള ഒരു വഴി തന്നെയാണ് പറഞ്ഞു തന്നത്. സാറേ, ഈ കൂടുതൽ എനിക്ക് ബലമായൊരു സംശയം തോന്നുന്നത്, നമ്മുടെ ഈ ഡൊമസ്റ്റിക് പമ്പ് ഒക്കെ വെക്കുന്നതിനോട് കണക്ട് ചെയ്ത് പ്ലാസ്റ്റിക്കിന്റെ ഫിൽറ്റർ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് പല കടകളിലും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക് ഫിൽറ്റർ ആരോഗ്യത്തിന് ഗുണകരമാണോ? ഞാൻ അങ്ങനെയൊന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ കണക്ട് ചെയ്തില്ല. ഇങ്ങനെ ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ട്. ജോർജ് സാറ് പറഞ്ഞ അതിന്റെ ഫുട് വാൽവിന്റെ കാര്യമാണോ പറയുന്നത്? അല്ല, ഫുട് വാൽവ് അല്ല. ഫുട് വാൽവ് കഴിഞ്ഞിട്ട് ഡെലിവറി ലൈനിൽ ഈ പ്ലാസ്റ്റിക്കിന്റെ ഡിസ്കുകൾ ഇങ്ങനെ അടക്കി വെച്ചിട്ടുള്ള ഒരു ഫിൽറ്റർ. സാർ, അത് മോളിൽ നിന്ന് വരുന്ന വാട്ടർ താഴോട്ട് വരുമ്പോ, എന്ന് വെച്ചാൽ ടാങ്കിൽ നിന്ന് താഴോട്ട് വരുന്ന വെള്ളത്തിന്റെ അല്ല, പമ്പിൽ തന്നെ വെക്കാനാണ് ഇത് ഇവരുടേത് ആണല്ലേ? അതിന്റെ ഒരു ടെക്നോളജി ജോർജ് സാറ് എനിക്ക് അത്ര അങ്ങോട്ട് വശമില്ല. ഞാൻ അതിനെക്കുറിച്ച് സാർ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. സിറാമിക് ഡിസ്ക് ഫിൽറ്റർ എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ഫിൽറ്ററുകൾ ഈ പറഞ്ഞ പോലെ പല ടെക്നോളജിയിൽ വെക്കുന്ന സാറ് പറഞ്ഞ പോലെ ഉണ്ട്. സാർ ഈ പറഞ്ഞ പർട്ടിക്കുലർ ഫിൽറ്ററിന്റെ കാര്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അത്ര ഒരു ബോധമില്ല. പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടുള്ള കുറെ ഡിസ്കുകളാണ്, ചെറിയ ഡിസ്കുകൾ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്നു. അത് എന്നിട്ട് ഒരു ഡ്രമ്മിനകത്ത് വെച്ചിട്ട് നമ്മള് സാധാരണ ഒരു ഇൻലെറ്റും ഒരു ഔട്ട്ലെറ്റും, അത് ഈ ഫിൽറ്ററിൽ കൂടെ കടന്നാണ് വെള്ളം പോകുന്നതെന്ന് മാത്രം. പക്ഷെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അത്ര ഹെൽത്തി അല്ല എന്നിങ്ങനെ ആരോ പറഞ്ഞു കേട്ടു. ഞാൻ പിന്നെ അത് കണക്ട് ചെയ്തില്ല. അതായത് ആയിരിക്കണം സാർ. കാര്യം ഇപ്പൊ ഈ മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ അടുത്ത കാലത്ത് വെള്ളത്തിൽ ഒരുപാട് കേൾക്കുന്നുണ്ട്. അപ്പം അത് എന്ത് തരം പ്ലാസ്റ്റിക് ആണെന്ന് സാറേ ഒന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ PVC ഒക്കെ സാറേ, ഹൈ ഇത് തന്നെ സാധനം. ഓക്കെ സാർ, ഞാനത് വെച്ചിട്ടുണ്ട്. ഈ ടൈപ്പ് ആണോ അത് ചോദിച്ചാൽ കുറെ ഡിസ്കുകളാണ്. ഒരു വൈറ്റ് ടൈപ്പ് ഫിൽറ്റർ. റോയ് സാർ ഇത് വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ? റോയ് സാർ പറഞ്ഞു ഇതല്ല. അത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഡിസ്ക് ഉണ്ടല്ലോ സാറേ, ഡിസ്കുകൾ ഇങ്ങനെ ചേർത്ത് പാക്ക് ചെയ്തിരിക്കുക. അപ്പൊ ചെറിയ ഇതുണ്ട്, അതിലൂടെ ഫിൽറ്റർ ചെയ്ത് വരുമ്പോൾ ഈ സോയിൽ കണ്ടന്റിൽ ഉണ്ടല്ലോ, അത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇന്നേരം സോയിലിന്റെ നിറം വരും.
അത് ടാങ്കിന്റെ ഡെലിവറി സൈഡിലാണ് വയ്ക്കുന്നത്, മെയിൻ ഡെലിവറിയിൽ. അപ്പോൾ ഒരു ഇത് വരുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ അരിച്ചു വരുന്നു എന്നുള്ള ഇതേ ഉള്ളൂ. പിന്നെ കുറെ സോയിലിന്റെ സെഡിമെന്റേഷൻസ് ഒക്കെ അതിൽ തടഞ്ഞു നിൽക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വരും. അപ്പൊ ഒരു ഫിൽട്രേഷൻ പ്രോസസ് ആണെന്നാണ് പറയുന്നത്. അത്രയുള്ളൂ. ഫിൽട്രേഷൻ ഉള്ളൂ, അഴുക്കുകളൊന്നും വരികയില്ല എന്നുള്ളത്. രോഗാണു ബാക്ടീരിയ ഒന്നും പോകില്ല. ഇല്ല ജോഷി സാറേ, അതിനുവേണ്ടി നമുക്ക് അതിലുള്ള മറ്റു സാധനങ്ങൾ പ്രധാനമായും പോകുന്നത് ഈ സാർ കുറച്ചുനാൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മണ്ണ് എഡിമെന്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അതുപോലെയുള്ള ഇതേ പിടിച്ചിരിക്കുന്നുണ്ട് കംപ്ലീറ്റ്. കുറെ കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി, അത് വരികയായിരുന്നു. ഓക്കെ, ചന്ദ്രശേഖരൻ സാർ റെഡിയാണോ? ചന്ദ്രശേഖർ, പ്രിയ എന്തൊക്കെ പറയാനുണ്ടോ? അജിത വൈഫാണ് സാർ, എന്റെ വൈഫാണ് അജിത. വീട്ടിലാണ്. സാറിന്റെ കൂടെയാണോ നാട്ടിലാണോ? നാട്ടിലുള്ള അജിത കുസാറ്റിലാ സാർ വർക്ക് ചെയ്യുന്നത്. ഏത് ഡിപ്പാർട്ട്മെന്റ്? ലീഗൽ സ്റ്റഡീസിൽ ഡിപ്പാർട്ട്മെന്റിൽ. അതെ, ലീഗൽ സ്റ്റഡീസ്. കുസാറ്റിൽ കുറച്ചു കാലം ഞാനും ജോലി ചെയ്തിരുന്നു. അതെ സാർ. വളരെ വളരെ പണ്ടാണ്, ഒരു 91 സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്. സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്. അന്ന് സ്കൂൾ ഓഫ് ടെക്നോളജി ആയിരുന്നു, പിന്നെ അത് എഞ്ചിനീയറിംഗ് ആയി. ഓക്കെ. അന്ന് കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പക്ഷെ ലീഗലിലൊക്കെ എനിക്ക് ഓർമ്മയില്ല. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനോ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉണ്ട്? ഇല്ലെങ്കിൽ നമുക്കിത് തീർച്ചയായിട്ടും ഇത് വളരെ സാറിന്റെ ആ എക്സ്പ്ലനേഷനിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് തരുന്ന, എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി ഉണ്ടെന്നും ആ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയൊക്കെ രീതിയിൽ ഉള്ള ഒരു ഗൈഡ് ലൈൻ സത്യത്തിലില്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ പാരന്റ്സിനൊക്കെ ഒരു ഡൗട്ട് വരുന്നത്, എന്താണ് ഇങ്ങനെ പോയാൽ എന്താണ് കാര്യം. ഈ പ്രോസസ്സൊക്കെ ഉണ്ടെന്ന് അറിയാമെങ്കിലും ഇത്രമാത്രം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു സാഹചര്യങ്ങൾ ഇതിനകത്ത് കിടക്കുന്നുണ്ടെന്ന് ഇന്നത്തെ കാലത്ത്. ഇപ്പൊ ഉദാഹരണം, എനിക്ക് 3 എഞ്ചിനീയറിംഗ് ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ്, 3 എഞ്ചിനീയറിംഗ് ബാച്ചിരിക്കും. പക്ഷെ എനിക്ക് എന്നിട്ടും ഇങ്ങനത്തെ ഒരു വാട്ടർ ഇൻഡസ്ട്രിയെ കുറിച്ചിട്ടുള്ള ഒരു പിക്ചർ എന്റെ മനസ്സിൽ വരുന്നില്ല. എന്റെ ബ്രദർ കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിച്ച് സുറക്കൽ RECയിലൊക്കെ പോയി. പക്ഷെ അദ്ദേഹം പിന്നെ മെറ്റലർജിയാണ് എടുത്തത്. മെറ്റലർജിയില് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പുള്ളി ഇപ്പം ഓസ്ട്രേലിയയിലാണ്. അപ്പൊ ആ ബ്രദർ പറഞ്ഞ, അത് കെമിക്കലാണ്, കെമിസ്ട്രിക്ക് പുള്ളി 100 മാർക്കായിരുന്നു, ഇങ്ങനെയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ആ ഒരു ട്രെൻഡ് പൊതുവെ കാണാറില്ല. അതുകൊണ്ടാണ് ഞാനത് കൂടുതൽ ഇങ്ങനത്തെ ഓരോ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് വേണമെന്ന് പറയാൻ കാരണം. ഇത് നമുക്ക് ശരിക്കും പോപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. കാരണം എപ്പോഴും കമ്പ്യൂട്ടർ സയൻസിൽ കൂടെ മാത്രമല്ലല്ലോ പോകേണ്ടത്, അതല്ലാതെ ഈ പറയുന്ന പല ഇൻഡസ്ട്രികളും പ്രത്യേകിച്ച് കൺട്രോൾ എഞ്ചിനീയറിംഗ് ഒക്കെ ബേസ് ചെയ്തൊക്കെ വരുന്ന ആ ഏരിയകളൊക്കെ. കാരണം എനിക്ക് കൺട്രോൾ സിസ്റ്റം ഒക്കെ വളരെ ഇഷ്ടമാണ്. ഒത്തിരി ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ഒരു ടോപ്പിക് കൺട്രോൾ എഞ്ചിനീയറിംഗ്. സാറേ, ഫുള്ളി ഓട്ടോമേറ്റഡ് പ്ലാന്റുകൾ പോലും ഉണ്ട്. 100%, അതായത് PLC എന്നൊക്കെ പറയുന്ന പ്രോഗ്രാം ലോജിക് കൺട്രോളേഴ്സ്, അതുപോലെ സ്കാഡ സിസ്റ്റം ഒക്കെ വെച്ചിട്ട് സാറേ എല്ലാം ഫുള്ളി ഈവൻ അത് ഇപ്പൊ സിംപ്ലിഫൈ സാറേ, ഒരു മൊബൈലിൽ കൂടെ വേണമെങ്കിലും പോണെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള സിസ്റ്റം വരെ ഇപ്പം സിംപ്ലിഫൈ, കാലം മാറിയല്ലോ സാർ. ആളുകളുടെ ആവശ്യമില്ല, ആപ്ലിക്കേഷൻസ് തീരെ കുറവാണ്. പുതിയ AI ഒക്കെ വരുമ്പോൾ സൂപ്പർ സ്റ്റൈലിലായിരിക്കും കയറി വരുന്നത് അല്ലേ? അതെ. ഇതിനകത്ത് ഒരുപാട് ഇന്നോവേഷൻസും അങ്ങനെയുള്ള ടെക്നോളജി റെവല്യൂഷൻ നടക്കുന്ന ഇൻഡസ്ട്രിയാണ്. പക്ഷേ ഈ വാട്ടർ ഇതിന് എല്ലാത്തിനും ലൂപ്സ് ഇത് വെക്കുമെങ്കിലും സാർ, ഒരു മാൻ പ്രസൻസ് നമുക്ക് എപ്പോഴും ഇപ്പം എന്തെല്ലാം ടെക്നോളജി വന്നെങ്കിലും ഇതിനകത്ത് ഈ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഒക്കെ ഉള്ള കാരണം എപ്പോഴും ഒരു സൂപ്പർവിഷനാണ്. പിന്നെ ഒരുപാട് അഡ്വാൻസ്ഡ് ക്വാളിറ്റി നമുക്ക് മോണിറ്ററിങ് പിന്നെ സിസ്റ്റംസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. എങ്കിലും അങ്ങനെയുള്ള ചെറിയ റിമോട്ട് സ്ഥലത്തൊക്കെ ഉള്ളത് സാബു സാറേ, അതായത് കുറേ ദൂരെ ചെറിയ ഇതിനകത്ത് സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ കൂടെ വർക്ക് ചെയ്യുന്ന പ്ലാന്റുകളുണ്ട്, അല്ലാതെ ചെറിയ ലോക്കൽ അപ്രോച്ചുള്ളതുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വളരെ മിനിമം ഈ ഫ്ലോ ഒക്കെ ഒരുപാട് ഉള്ളതാണെങ്കിൽ അവിടെ കൂടുതൽ ചെറിയ ഫ്ലോ റേറ്റ്സ് ഒക്കെ ഉള്ളിടത്ത് ഈ പറയുന്ന ഓട്ടോമേഷനൊക്കെ ചെയ്തിട്ട് ഓടിക്കുന്ന ഈ മസ്കറ്റിൽ തന്നെ എനിക്കറിയാവുന്നുണ്ട്. അവിടെ വല്ലപ്പോഴും അങ്ങനെ വീക്കിലി വൺസ് ഒരു ആൾ പോയി നിന്ന് നോക്കും, എല്ലാം ശരി. അവിടെ സൂപ്പർവൈസർ ഉണ്ട്, പോയിട്ട് എല്ലാം നോക്കിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റം മുഴുവൻ ഇവരുടെ കൺട്രോൾ റൂമിൽ കണക്റ്റഡ് ആണ് സാർ. അവർക്ക് എപ്പോഴും അത് മോണിറ്ററാണ്. ഈവൻ ഒരു പമ്പ് ട്രിപ്പ് ആവുമല്ലോ, ആ ട്രിപ്പ് പോലും നമുക്ക് റീസെറ്റ് ചെയ്യാം വീട്ടിൽ നിന്നുണ്ട്.
അങ്ങനത്തെ അഡ്വാൻസ്ഡ് ടെക്നോളജി ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ STP ഒക്കെ യൂസ് ചെയ്യില്ല ഫ്ലാറ്റുകളിൽ, അതൊക്കെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്, എല്ലാം ഓട്ടോമാറ്റിക് അതെ, പമ്പ്സിന്റെ ഓണും ഓഫും ഒരു ഫ്ലോട്ട് സ്വിച്ച് സിമ്പിൾ മതിയല്ല നമുക്ക്. സിമ്പിൾ അല്ലെ ലെവൽ സെൻസേഴ്സ് ഉണ്ട്, അൾട്രാസോണിക് ലെവൽ സെൻസേഴ്സ് പോലും ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് വാട്ടർ കോളം മെഷർ ചെയ്തിട്ട് അതൊരു ലോജിക്കാണല്ലോ, അത് വെച്ചിട്ട് ചെയ്യാം. ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പൊ നമ്മുടെ ജോഷി സാറ് പറഞ്ഞ പോലെ സാറ് ഇങ്ങനെയുള്ള എന്തെങ്കിലും അവയർനെസ് മോഹൻ എനിക്ക് തോന്നുന്ന ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ, അതാണ് അതിനകത്ത് അതെ അതെ അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഡിപ്ലോമ ഹോൾഡേഴ്സിന് ITI ബേസ്ഡ് ഒക്കെ, കാരണം ആ ലോവർ ലെവലിലേക്ക്, കാരണം എഞ്ചിനീയറിംഗ് ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്ന ഒരു ഹൈഫൈ ലൈനിലേക്കാണ് പോകുന്നത്. അവർക്ക് പ്രാക്ടിക്കൽ കിട്ടാനുള്ള സാധ്യതകൾ കുറവ്. അവരത് ഈ പ്ലാന്റുകളിലൊക്കെ ഉണ്ടല്ലോ സാർ, ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നതും ഏറ്റവും നന്നായിട്ട് പ്ലാന്റ് ഓടിക്കുന്നതും സിൻസിയറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നതും സാറേ ITI ആൻഡ് ഡിപ്ലോമ ഹോൾഡേഴ്സ് ആണ്. അവരാണ് റിയൽ, ഞാൻ അവരെ സല്യൂട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ് സാറേ. കാര്യം എൻ്റെ കൂടെയൊക്കെ ഞങ്ങളൊക്കെ ട്രെയിൻ ചെയ്ത് ഉള്ള ഓപ്പറേറ്റേഴ്സിനൊക്കെ എത്രയോ സ്ഥലത്ത് അവരെപ്പോഴും അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പം അവർക്ക് അതിന് അപ്പർ ആസ്പെക്ട് ഒന്നും ഇല്ലല്ലോ, അവർക്ക് ആ ഒരു വർക്ക്. പക്ഷേ എഞ്ചിനീയറിംഗ് അവർക്ക് മാനേജീരിയൽ ലെവൽ MBA എന്നൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു ലൈൻ മാറും. പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു നോക്കിയാൽ പണ്ടൊക്കെ ഡിപ്ലോമ ലൈൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു എഞ്ചിനീയറിംഗ് സൈഡിലേക്ക് കയറാന്നുള്ള ചാൻസേ ചെയ്യും. അപ്പൊ അവർക്ക് ലിമിറ്റേഷൻ നിൽക്കുക. അപ്പൊ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവർ വർക്കിന് നല്ല ബൗണ്ടഡ് ആയി. അതുപോലെ സാബു സാറേ, ഇപ്പം 3 ഇയർ ആണല്ലോ മറ്റേ ഡിപ്ലോമ ഉള്ളത് അല്ലേ? ആ 3 ഇയർ ഉള്ള ഡിപ്ലോമ എടുത്തിട്ട് അത്യാവശ്യം ഒരു ടെക്നിക്കൽ മൈൻഡ് നോളജിലുള്ള ഒരാള് ഒരു 4-5 വർഷം ഇതുപോലുള്ള ഏതെങ്കിലും ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാലുണ്ടോ സാറേ, അയാൾ ഈ BTech പഠിച്ച ആളിനേക്കാളും നോളജ് വൈസിൽ മുന്നിലായിരിക്കും. എഗ്രി ചെയ്യുന്നില്ലേ സാറേ? തീർച്ചയായിട്ടും, കാരണം അവരാണ് വർക്ക് ചെയ്യുന്നത്, വർക്കിംഗ് ക്ലാസ് അതാണ്, മറ്റൊരു മാനേജറിയൽ ലെവലിലേക്ക് മാറും. അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ അതുള്ള ഒരുപാട് പേരുണ്ട്. ഞങ്ങളൊക്കെ തന്നെ ഇവിടുന്ന് പല സമയങ്ങളിലായിട്ട് തന്നെ നാട്ടിലൊക്കെ വന്നിട്ട് റിക്രൂട്ട് ചെയ്ത എത്ര പേരെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് സാർ ഇപ്പോൾ ചോദിച്ചാൽ നമുക്കറിയില്ല. അന്നൊരു ആവശ്യം ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഒരുപാട്, അവരൊക്കെ ഇപ്പം വളരെ നല്ല അതിൽ മാനേജറിൽ പൊസിഷനിൽ എത്തിയിട്ടുള്ള കുറച്ച് പേരുണ്ട് സാറേ. ഞങ്ങളൊക്കെ അന്ന് കൊണ്ടുപോയി ഇവിടെ ഗൾഫിൽ കൊണ്ടുവന്നിട്ട് നല്ല പൊസിഷനിലായിട്ട്. ജോർജ് സാർ പറഞ്ഞ ആ പോയിന്റ് ഞാൻ ഒന്നുകൂടെ ഒന്ന് സ്ട്രൈക്ക് ചെയ്യാം. കാരണം വെച്ചാൽ ഇപ്പൊ ഈ പറയുന്ന ഒരു അക്കാഡമി ഉണ്ടല്ലോ, കേസ് എന്നാണ് ആ കോൺസെപ്റ്റ് പറയുന്നത്. കേസ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. കേസ് ട്രെയിനിങ് ആണ്, ട്രെയിനിങ് സ്കിൽ ഡെവലപ്മെന്റ്. സ്കിൽ ഡെവലപ്മെന്റ് കേസ് എന്നാ പറയുന്നത്. കേസ് നമ്മളെ ഒത്തിരി കേസിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, കേസിന് ട്രെയിനിങ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇൻഡസ്ട്രീസിനെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജിങ് പാർട്ടാണ് അവരിതുപോലത്തെ ട്രെയിനിങ് കൊടുക്കും. അപ്പൊ ഈ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ, പ്രത്യേകിച്ച് ഡിപ്ലോമ ITI പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ഹൈലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ചേഞ്ചസ് വരും. തീർച്ചയായിട്ടും ജോർജ് സാർ പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് ആണ്. കാരണം ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി ഉണ്ടെന്നും ഈ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നും ഇതുപോലുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നും ഒക്കെ പറയുമ്പോൾ ആളുകൾക്ക് അങ്ങോട്ട് വരാനുള്ള ട്രെൻഡ്, അറ്റ്ലീസ്റ്റ് ഈ പഠിക്കുന്ന സ്റ്റുഡൻസിനെങ്കിലും കൊള്ളാം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് ചിന്തിക്കാനുള്ള ഒരു സാധ്യത മുന്നോട്ട് കടന്നു വരും. അപ്പൊ അങ്ങനെ ഒരു ഡ്രൈവ് സത്യത്തില് ഈ പറയുന്ന ഇൻഡസ്ട്രികളൊക്കെ ചെയ്യുവാണെങ്കിൽ ഒത്തിരി വ്യത്യാസം വരും. അതെ സാറേ, ഞാനൊരു റിസർച്ച് നോക്കിയപ്പോഴേ ഞാൻ അതിനകത്ത് ഇപ്പൊ നമ്മുടെ ഈ PPT പോലും ഞാൻ വളരെ കുറച്ചിട്ട് ഞാൻ ഇൻഡസ്ട്രി ഞാൻ ചൂസ് ചെയ്തിട്ടിട്ട് ഇനിയുണ്ട് ഒരുപാട് ഇൻഡസ്ട്രികളെ. അപ്പോൾ അവിടെ എല്ലാം ഇതിൻ്റെ ആവശ്യമുണ്ട് സാർ. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇതിനെക്കുറിച്ച് അതിൻ്റെ ഒരു അവയർനെസ് തലത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ഇച്ചിരി കാര്യഗൗരവമായിട്ട് അങ്ങനെ പറഞ്ഞ് കുട്ടികളുടെ പ്രത്യേകിച്ച് കുട്ടികൾക്കാണല്ലോ ഒരു ഗൈഡൻസ് വേണ്ട. അപ്പോൾ ഒരു കരിയർ ഗൈഡൻസിൽ കൂടെ ഒക്കെ ഇതിൻ്റെ സാധ്യതകളും അതിൽ കൊണ്ടുണ്ടാകുന്ന ബാക്കിയുള്ള നമുക്ക് പ്രൊഫഷണലി ഉണ്ടാകുന്ന ഒരു അച്ചീവ്മെന്റും ഒക്കെ അതുപോലെ പറയുന്നത് നമുക്കും സാർ ഏതെങ്കിലും സമയത്ത് സാറിന്റെ പ്ലാറ്റ്ഫോമിൽ കൂടി തന്നെ നമുക്ക് ബേസിക് ലെവലുള്ള ട്രെയിനിങ് കോഴ്സുകളെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഇങ്ങനെ ഒരു പോയിന്റിനെ കുറിച്ച് ഒരു ഓഫ്ലൈൻ തീർച്ചയായിട്ടും ഒരു പ്രോസസ് നമുക്കത് ചെയ്യാവുന്ന, കാരണം ഇതൊരു സെമിനാർ ബേസ്ഡ് ആയിട്ടാണെങ്കിൽ പോലും ഒരു ഡിപ്ലോമ ബേസ്ഡ് ആയിട്ട് ഒരു പോളിടെക്നിക്കിലോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പോയി അങ്ങനെ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് ഒന്ന് റിഫ്രഷ് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് ചെയ്യാം സാറിന്. നമുക്ക് സാറിന്റെ ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ നമുക്ക് ഏതെങ്കിലും തരത്തിലാണ് അങ്ങനെ ഓൺലൈനായിട്ട് ചെറിയ ഷോർട്ട് ടൈം എന്തെങ്കിലും കോഴ്സ് വേണമെങ്കിൽ സാറിന് പ്ലാൻ ചെയ്യാം. നമ്മളിപ്പോ പോളിടെക്നിക്കിൽ പോയി ക്ലാസ്സുകൾ എടുക്കാറുണ്ട്, ഞാൻ ക്ലാസ്സുകൾ എടുക്കുക. അപ്പൊ നമ്മൾ അങ്ങനെ വരുമ്പം നമുക്ക് അവിടെ ഈ ഇൻഡസ്ട്രി
സ്വല്പം കൂടെ ഇതൊരു ഇന്റർനാഷണൽ ലെവൽ ഇൻഡസ്ട്രിയാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇന്ത്യൻ കൾച്ചറിനൊക്കെ അറിയാം, എല്ലാവരും പുറത്തു പോകാനുള്ള ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഈ പറയുന്ന നമ്മൾ സേഫ്റ്റി എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കാണും. സേഫ്റ്റി ഫയർ ആൻഡ് സേഫ്റ്റി അത് കാണുന്നില്ല ഇപ്പൊ, അത് കാണുന്നേ ഇല്ല. അപ്പൊ അത് ഡൗൺഗ്രേഡഡ് ആയിപ്പോയി. പക്ഷെ ഇതൊരിക്കലും അങ്ങനെ നിൽക്കുന്നില്ല. ഇതിങ്ങനെ ചേഞ്ചസ് വന്നു. എപ്പോഴും പുതിയ പുതിയ ഇൻഡസ്ട്രികൾ അല്ലെങ്കിൽ പുതിയ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ജോർജ് സാറിനോട് ആ ഒരു കോൺസെപ്റ്റ്, ഞാൻ അതുകൊണ്ടാണ് കരിയർ ഗൈഡൻസിന്റെ ഒരു ക്ലാസ് വേണമെന്ന് ഞാൻ സാറിനോട് റിക്വസ്റ്റ് ചെയ്തത്. കാരണം അപ്പോഴാണ് നമ്മൾ ചെയ്യുന്ന വർക്കിന് കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക ഔട്ട്കം ഉണ്ടായി വരുന്നത്. ചുമ്മാ നമ്മൾ അവയർനെസ് അല്ലോ, ഇത് അവയർനെസ്സിലൂടെ ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു എയിം അല്ലെ, ഒരു കറക്റ്റ് ആയിട്ട് ഒരു ടാർഗറ്റ് കൂടെ നമുക്ക് ഫിക്സ് ചെയ്യണം. സാറിന്റെ ആ എക്സ്പീരിയൻഷ്യൽ കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞ ഒരു 5 ദിവസത്തെ പ്രോഗ്രാം ഞങ്ങൾ കഴിഞ്ഞ ഈ ജൂൺ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് ചെയ്തിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജുകള്, MG യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയ, മെഡിക്കൽ കോളേജ്, ഇങ്ങനെയുള്ളിടത്തൊക്കെ ഈ +1, 8, 9, 10, 11 വരെയുള്ള കുട്ടികളെ ഞങ്ങൾ കൊണ്ടുപോയി ഒരു 50 കുട്ടികളെ നമ്മൾ കൊണ്ടുപോയി കാണിച്ചു. 3 days പ്രോഗ്രാം, 5 days പ്രോഗ്രാം. അപ്പൊ അന്ന് മുതൽ നമുക്ക് ഇങ്ങനത്തെ ഒരു കരിയർ ഗൈഡൻസ്, എക്സ്പീരിയൻഷ്യൽ കരിയർ ഗൈഡൻസ് എന്നുവെച്ചാൽ കറക്റ്റ് ഇൻഡസ്ട്രി പോയി കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഇപ്പൊ 8ലും 9ലും 10ലും പഠിക്കുന്ന കുട്ടികളൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിൽ ചെന്നിട്ട് അവിടുത്തെ ടർബൈൻ ഒക്കെ വർക്ക് ചെയ്യുന്നത് നമ്മൾ ആ ഫീൽഡായത് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അവര് അത്ഭുതപ്പെടുക, ഇങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി അവർ കണ്ടത് ഈ പറയുന്ന AI ലാബൊക്കെയാണ്. AI ലാബ്, അതുപോലെ തന്നെ ഈ എന്താ പറയുന്ന എൻവയോൺമെന്റൽ ലാബുകള്, ഇതൊന്നും സാധാരണ ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും കിട്ടുന്നതല്ല. പക്ഷെ അതിനുള്ളൊരു സ്പെഷ്യൽ അങ്ങനെയുള്ള ഇൻഡസ്ട്രി ആകുമ്പോൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാം. അപ്പൊ അതിൽ ചിലവരൊക്കെ ചില എഞ്ചിനീയറിംഗ് ബ്രാഞ്ചൊക്കെ സെലക്ട് ചെയ്ത് കഴിയും, ഇന്ന രീതിയിൽ തന്നെ പോയേക്കാം. അതുപോലെ മാസ് കമ്മ്യൂണിക്കേഷൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ കോട്ടയത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് അത് കേൾക്കുന്നത്, അവിടെ ഉണ്ടെന്ന്. അപ്പൊ അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നിട്ട് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് +1 +2 കഴിഞ്ഞ ശേഷം അങ്ങനെ പഠിക്കാമെന്നൊക്കെ ഡിസിഷൻ എടുത്ത കുറെ കുട്ടികളുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട് ചെയ്ത് കാണിക്കാൻ പറ്റും. അപ്പൊ അത് ഒത്തിരി കുട്ടികൾക്ക് ഗുണകരമാണ്. അപ്പൊ അതിനും കൂടെ ഇത് ഉപകരിക്കാം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിന്ത. കാരണം കരിയർ ഗൈഡൻസ് നമ്മളുടെ ഈ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ തന്നെയാണ്. കാരണം അപ്പോഴാണ് അതിന് ശരിക്കും ഔട്ട്പുട്ടായി വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ അതെ, പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും യഥാർത്ഥത്തിൽ കുട്ടികൾ കിട്ടാതെ വിഷമിക്കുന്നുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ നല്ല പ്ലേസ്മെന്റ്, നല്ല ഫ്യൂച്ചർ ഉണ്ട് എന്ന് പറയുന്ന ഒരു പ്രോസ്പെക്ടസ് അടിക്കാൻ ഇങ്ങനെയുള്ള പ്രാക്ടിക്കലി കാണിച്ചും കൊടുക്കാമല്ലോ. അപ്പോൾ ഭയങ്കര സ്കോപ്പ് ഉണ്ട് കേരളത്തിൽ അതിന്. തന്നെയല്ല ഇപ്പൊ നമ്മള് മാതാപിതാക്കളാ പറയുന്നത് ഇന്നടുത്ത് പൊക്കോ, അങ്ങനെയല്ല. കുട്ടികൾ പറഞ്ഞ ഞാൻ ഇന്ന ഇൻഡസ്ട്രിയിലേക്കാണ് പോകാൻ പോകുന്നത് എന്ന് കുട്ടികൾ ഒരു കോൺഫിഡൻസോടെ പറയാമെങ്കിൽ ഈ തരത്തിലുള്ള ഒരു എക്സ്പീരിയൻഷ്യൽ ഷെയർ മാത്രമേ പറയാൻ പറ്റൂ. അതെ. അല്ല, കുട്ടികൾക്കാണല്ലോ സാർ അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, അവരുടെ മൈൻഡ് എന്താണ്. അപ്പോൾ അവർക്ക് അവർ സെലക്ട് ചെയ്യുന്നതിനെ തന്നെയാണ് നല്ല കാര്യം. മാതാപിതാക്കൾ പറയുന്നതിനകത്ത് പോയി പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ബിനോയ് ജോൺ സാറിന്റെ വാക്ക് കടമെടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഇഷ്ടപ്പെട്ട ജോലിയും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റും ചെയ്യണം, അല്ല കഷ്ടപ്പെട്ടിട്ടല്ല പഠിക്കേണ്ടതും ജോലി ചെയ്യേണ്ടതും. അതല്ല, പലപ്പോഴും മാതാപിതാക്കൾ സെലക്ട് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അതിന്റെ ആ ടേസ്റ്റ് ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ അത് കുറ്റമായി, കുറവായി, പരിഭവമായി, പരാതിയായി, എന്റെ ജീവിതം നശിപ്പിച്ചെന്നൊക്കെ പറയുന്ന ആ ഒരു ട്രെൻഡ് വരാതെ കൃത്യമായിട്ട് അവരുടെ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ 50% പോലും ഇപ്പോൾ കോഴ്സ് പൂർത്തിയാക്കുന്നില്ലെന്നാ പറയുന്നത്. കാരണം മാതാപിതാക്കളുടെ താല്പര്യത്തിലാണ് എഞ്ചിനീയർ ആക്കുന്ന അല്ലെങ്കിൽ ഡോക്ടറാക്കാൻ വേണ്ടി വിടുന്നതെന്നാ പറയണത്. അത് വലിയൊരു പ്രശ്നമാണ്. പക്ഷെ അവര് മാത്രം കണ്ണു തുറക്കില്ല, പ്രസ്റ്റീജാണ്. ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന പേരൻസ് ഉണ്ടെന്നാ പറയണത്. മക്കളെ ഇത് പഠിച്ചില്ലെങ്കിൽ, ഡോക്ടർ ആയില്ലെങ്കിൽ. വളരെ വളരെ മനോഹരം. നമുക്കത് തീർച്ചയായിട്ടും ഇതിന്റെ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിക്കാം. അപ്പൊ അതിനുള്ള ഞാൻ സാറിനെ വിളിക്കുക, അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിയെ ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്യാം. എങ്ങനെയാണ് അവർക്ക് റിസോഴ്സ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുക. ഒരുപക്ഷെ അവിടെ റിസോഴ്സ് പേഴ്സൺസ് കാണും. ഒരു പ്രോഗ്രാം ഒക്കെ അറേഞ്ച് ചെയ്താൽ അവർക്ക് ഒന്ന് ക്ലാസ് എടുക്കാനുള്ള സാധ്യതകളൊക്കെ നോക്കാം. മനോജ് സാർ വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെയുള്ള പ്രോഗ്രാംസ് വേണമെങ്കിൽ ചിന്തിക്കാം. It's my pleasure. All right, sir. Thank you. Thank you once again. All right. Thank you.
ഓക്കെ ഗുഡ്. അപ്പൊ നാളെ നമ്മുടെ പാട്ട് ദക്ഷിണാമൂർത്തി സാർ എന്താ പറയുക മാഷിന്റെ പാട്ടുകളാണ്. എല്ലാവരും റെഡി ആയിട്ട് വരൂ. കുറേ പാട്ടുകൾ നമ്മുടെ ജോസഫ് ജോൺ സാർ നമ്മളുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. കുറേ പാട്ടുകൾ നാളത്തേക്ക്. ശരി സാർ. നാളത്തേക്ക്. ഓക്കെ സാർ. ഓക്കെ റൈറ്റ്. Bye, see you and Okay. good night. See you. Okay. Bye. Right. Good night. Good night, sir. Good night.